കുറിച്ച് ഇന്ന് പബ്ലിക്കിന് സംസാരിക്കാൻ ഭയമില്ല. ആ രൂപത്തില് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്ന് വളർന്നിട്ടുണ്ട്. അവർക്കൊന്ന് ധൈര്യം വെച്ചിട്ടുണ്ട്. മുമ്പൊക്കെ അയ്യോ എതിർഭാഗത്ത് നിൽക്കുന്നത് ഇസ്ലാം മത തീവ്രവാദമാണല്ലോ, അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞു പോയാൽ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ അയ്യോ മുസ്ലിം നവോത്ഥാന നാറികൾ നമ്മളെ നാളെ എങ്ങനെ കാണുമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അത് പറയാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഇന്ന് ഭയമില്ല ആർക്കും. രീതിയിലുള്ള പൈശാചിക ചിന്ത ഇവർ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ മുതൽ ഇവരുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ആ വിദ്വേഷമാണ് പുറത്തു വന്നത്. ഇത് മതവിദ്യാഭ്യാസത്തിന്റെ ബലമല്ല, മതവിശ്വാസത്തിന്റെ ബലമല്ല, മതം സമാധാനത്തിനാണെന്ന് പറയുന്നവർ എന്തിനെയാണ് ന്യായീകരിക്കാൻ? ആരെയാണ്? ഞങ്ങൾ ആരും അന്ധരല്ല, ഞങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ഞാൻ പറയും, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പല പ്രാവശ്യം ക്ലബ് ഹൗസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഹെൽത്ത് സർവീസിന്റെ പീഡിയാട്രിക് ഡയറക്ടർ ആയിരുന്ന താരിഖ് കാംല എന്ന് പറയുന്ന ആൾ എന്റെ കൂടെ ജോലി ചെയ്ത ആളാണ്. അന്ന് യാതൊരുവിധ മുസ്ലിം വിശ്വാസം, ഇസ്ലാം വിശ്വാസമോ പ്രാക്ടീസോ ചെയ്യാതെ കള്ളുകുടിച്ച് എന്റെ കൂടെ കള്ളുകുടിച്ചിട്ടുള്ള ആളാണ്. പക്ഷെങ്കിൽ അവസരം വന്നപ്പോൾ, ആവശ്യം വന്നപ്പോൾ ആ ഐസിസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ഭാഗമായി ഐസിസ് സ്റ്റേറ്റിൽ സർവീസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, എനിക്ക് മുസ്ലിങ്ങളുമായിട്ട് പലരും എന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിലും ജനിച്ച് ജീവിച്ച് വളർന്ന ഒരാളാണ്. അപ്പൊ എന്റെ ധാരണ ഇതായിരുന്നു, ഇവരൊന്നും ഇങ്ങനല്ല, ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെങ്കിൽ എന്റെ തീരുമാനത്തെ അല്ലെങ്കിൽ എന്റെ അറിവിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ച ഒരു അനുഭവമാണിത്. പൊട്ടൻഷ്യൽ ജിഹാദിയാണ്, ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഓരോ മനുഷ്യരും, ഞാൻ അത് മതം തിരിച്ചു പറയുന്നില്ല, മുസ്ലിം അല്ലാത്ത ഇസ്ലാമിന്റെ വിശ്വാസമില്ലാത്ത വ്യക്തികളുടെ എല്ലാം മനസ്സിൽ ഈ ധാരണ എന്നും ഉണ്ടായിരിക്കണം. എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ഹ്യൂമാനിറ്റിക്കെതിരായിട്ട്. നിങ്ങൾ ഇത് അംഗീകരിച്ചില്ല, നിങ്ങൾ ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കൊഴി തോണ്ടുകയാണ്. ഇപ്പൊ ക്രിസ്ത്യൻ വോക്കായാലും പ്യുവർ വോക്കായാലും കമ്മികളായാലും ഏത് മനുഷ്യരായാലും ഇതിനെ ന്യായീകരിക്കുന്നതിന് നിങ്ങൾക്ക് പേഴ്സണൽ റീസൺസ് ഉണ്ടായിരിക്കും. പക്ഷെ മനുഷ്യന്റെ മൊത്തം നന്മയെ നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ഈ വോട്ടബിളിസം കൊണ്ട് ഇന്നയാൾ ഇന്നത് ചെയ്തില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇന്നിതിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. BJP സർക്കാരിന്റെ കീഴിൽ ഇന്ന കാര്യം നടന്നില്ലേ, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്റെ ഇടത്തോടെ നെഞ്ച് വിരിച്ചു നിന്ന് പറയാൻ സാധിക്കുന്നില്ല? ഇതൊരു തീവ്രവാദമാണ്. ഈ തീവ്രവാദത്തിന്റെ അടിസ്ഥാനം മതമൗലികവാദമാണ്. ഈ മതമൗലികവാദം കുട്ടികളുടെ ഉള്ളിൽ നമ്മൾ പൊന്നും തേനും അരച്ചു ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഈ നമ്മുടെ നാട്ടിൽ. എനിക്കറിയത്തില്ല നിങ്ങളുടെയൊക്കെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിലുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ പൊന്നും തേനും അരച്ച, അതിന്റെ കൂട്ടത്തിൽ ഈ മതവെറി അരച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് ഇസ്ലാം മതവിശ്വാസം. നിങ്ങൾ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളും ഇതിന് കൂട്ടാളികളാണ്. ഏത് വോക്കാണെങ്കിലും, അത് ക്രിസ്ത്യൻ വോക്കാണെങ്കിലും ക്രിസ്ത്യൻ വോക്ക് അല്ലെങ്കിലും, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഈ മതമൗലികവാദത്തിന് നിങ്ങൾ പിന്തുണ കൊടുക്കുകയാണ്. നിങ്ങളും ഇതിന്റെ പാർട്ടാണ്. ഇത് ഇത്രയും വ്യക്തമായ രീതിയിൽ സമൂഹത്തിൽ വിളയാടിയിട്ട് നടമാടിയിട്ട് നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ വോട്ടബോട്ടിസമാണ് അടിക്കുന്നത്. മറ്റേടത്ത് ഇങ്ങനെ സംഭവിച്ചു, ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നില്ല, ഇതാണോ നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത്? നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇതൊരു മതമൗലികവാദമാണ്. ഈ മതമൗലികവാദത്തിൽ മറ്റ് അഭിപ്രായങ്ങൾക്ക്, മതമെന്ന് ഞാൻ പറയുന്നില്ല, മറ്റ് അഭിപ്രായങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ലാത്ത ഒരേ ഒരു മതം മാത്രം, ആ മതം മുഴുവൻ ഒരാൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെതാകുന്നിടം വരെ യുദ്ധം ചെയ്യുവാൻ ആവശ്യപ്പെട്ട ഒരു മതകുടിലതയുടെ, നമ്മൾ ഇതിനെ ദൈവിക ചിന്തയുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടുത്താനൊക്കത്തില്ല. ഇതും ദൈവവുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. ഒരു ദൈവത്തിൽ വിശ്വസിച്ച് മനുഷ്യന്റെ നന്മയ്ക്കായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു മതസ്ഥനെ കൊല്ലാൻ ആഹ്വാനം ചെയ്യാൻ സാധിക്കില്ല. ആ സാധിച്ച ആളെ, അങ്ങനെ സാധിച്ച് കൊല്ലണം എന്ന് ആവശ്യപ്പെട്ട ആളെ നമ്മളുടെ മാതൃകയാക്കി മാറ്റാനൊക്കില്ല. അവനാണ് മഹോന്നതൻ, അവന്റെ കാൽപ്പാടുകളാണ് നമ്മൾ ഇന്നും പിന്തുടരേണ്ടതെന്ന് 1000 വട്ടം ഒരു ദിവസം ആവർത്തിച്ച് പറയുന്ന മുസ്ലിങ്ങൾ എല്ലാവരും പൊട്ടൻഷ്യൽ തീവ്രവാദികളാണ്. ഇതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങൾ ഇത് മയപ്പെടുത്തരുത്. നിങ്ങൾ എന്തിനു മയപ്പെടുത്തുന്നു? നിങ്ങൾ ആരെ ഭയപ്പെടുന്നു? നിങ്ങൾ ഒരു പ്രാവശ്യം മരിക്കും. ഈ തീവ്രവാദികൾ നിങ്ങളുടെ പുറകെ വരും. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, അഭിപ്രായങ്ങൾ പറയുന്നവരുടെ പുറകെ മതമൗലികവാദികളുണ്ട്, ഈ തീവ്രവാദികളുണ്ട്. ഇവരുടെ ശൃംഖല ലോകം മുഴുവനുണ്ട്. നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്നെങ്കിൽ നിങ്ങൾ മൗഢ്യത്തിലാണ്. നിങ്ങൾ യൂറോപ്പിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, ലോകത്തെവിടെയാണെങ്കിലും ഈ മതമൗലികവാദികളുടെ, ഈ തീവ്രവാദികളുടെ കണ്ണികളുണ്ട്. അതെന്റെ കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ച വ്യക്തിയാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം. പ്രതികരിക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ഇസ്ലാം ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ്, മതമൗലികതയുടെ അങ്ങേയറ്റത്തെ കൂത്തരങ്ങാണ്.
ഈ മതം ലോകത്തെ നശിപ്പിക്കും, മനുഷ്യരാശിയെ നശിപ്പിക്കും. മനുഷ്യനെ നശിപ്പിക്കുന്ന എഐയോ പുതിയ വരുന്ന കമ്പ്യൂട്ടറുകളോ റോബോട്ടുകളോ ഒന്നുമല്ല. ഇസ്ലാം എന്ന് പറയുന്ന മതമായിരിക്കും ഈ ലോകത്തെ മനുഷ്യരാശിയെ നശിപ്പിക്കാൻ പോകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ മനുഷ്യന്റെ, നിങ്ങൾ മനുഷ്യൻ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളിൽ അല്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ, ഈ കിരാതമായ, ഈ വന്യമായ, മനുഷ്യ സഹജമല്ലാത്ത തത്വശാസ്ത്രത്തെ നിങ്ങൾ എതിർക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. താങ്ക് യു. ഓ, രോമങ്ങളൊക്കെ ടീച്ചറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അല്ലല്ലോ, അത് നമുക്ക് എടുക്കാം. മെഹബൂബുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ജാമ്യ ടീച്ചർ മെഹബൂബിന്റെ ഒരു മറുപടി പറയാൻ അവസരം. അദ്ദേഹം ടീച്ചറെ മാനസിക രോഗി എന്നൊക്കെ വിളിച്ചു. അപ്പൊ ഞാനൊരു മറുപടി കൊടുത്തിട്ട് നമുക്ക് ജാമ്യ ടീച്ചർ മെഹബൂബ് പറയും. ലോയിച്ച ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്, നമുക്ക് മറുപടി പറയാൻ അവസരങ്ങൾ. മെഹബൂബ് പറയും. അല്ല, ഞാനിങ്ങനെ കേൾക്കുകയും ഇവിടെ ഈ മതത്തില് വിശ്വസിച്ച് ജീവിച്ചു പോരുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തുണ്ട്. ഇവരെല്ലാം ഈ രീതിയിൽ ആക്ഷേപിക്കുക എന്ന് പറയുമ്പോ, അപ്പൊ ഈ മാർട്ടിനെ പറ്റി ഇവരെന്ത് പറയും? 8 ആളുകൾ കൊന്ന അതും തള്ളി പറയില്ല. അതുപോലെ തന്നെ ഇന്ത്യ തന്നെ ഏറ്റവും വലിയ തീവ്രവാദി ഭീകരാക്രമണം നടന്നത് മഹാത്മാഗാന്ധിയെ കൊന്നതാണ്. അതൊരു ഹിന്ദു ആയിരുന്നു. പക്ഷെ അത് ഹിന്ദു മതത്തിനോട് ചാർത്തി ആരും ഇവിടെ പറയില്ല. അതുപോലെ തന്നെ മാർട്ടിൻ 8 ആളുകളെ കൊന്നത് മതത്തിനോട് ചാർത്തി പറയുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു തീവ്രവാദപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇന്ത്യ നടന്നാൽ അത് പേര് നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുക. അത് മുസ്ലിമായ അത് ഇസ്ലാം മതത്തിന്റെ പേരിൽ ചാർത്തി കൊടുക്കുക. ഇതൊക്കെ വളരെ മോശമല്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ ഈ രീതിയിലൊക്കെ അതിനെ പറയുന്നത് വളരെ മോശമാണ്. ഇവിടെ മുസ്ലിമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോരുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങളെ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ചാപ്പ കുത്തുമ്പോ ഇതൊക്കെ ശരിക്കും ഒരു മാനസിക രോഗമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മാനസിക രോഗി അദ്ദേഹത്തെ കമന്റ് ഇടാനുള്ള കാരണം. അത്ര എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളൂ. നമ്മുടെ റൂം ഇട്ടപ്പോ എനിക്കൊരു ഓഡിയോ കേൾപ്പിക്കണം. എത്ര സമയം ഉണ്ടാവും ഓഡിയോ? ഒരു 2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റ്. ഓക്കെ. അതിനുശേഷം ജാമ്യ ടീച്ചർ ഒരു മിനിറ്റ് ശ്രദ്ധിച്ച് ചോദ്യം ഇതാണ്. ഈ മാർട്ടിനെ ആളെ കൊന്നപ്പോഴും വേറെ എങ്ങാണ്ട് മഹാത്മാഗാന്ധിനെ ഹിന്ദു വെടിവെച്ച് വന്നപ്പോഴും എന്തുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞില്ല? ചോദ്യം ഇതാണ്. ഒന്ന് റെഡി ആയി. ഓക്കെ, നമുക്ക് ആ വീഡിയോ കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. 7 വർഷം മുമ്പ് ഐസിയിൽ ചേർന്നൊരു ഒരാൾ ജിഹാദി സംസാരിച്ച കാര്യമാണ്. കേൾപ്പിക്കാം. നിങ്ങൾക്ക് എന്ത് പറ്റി? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കൊള്ളുക അതിനു വേണ്ടിയിട്ട്. പരലോകത്തിന് പകരം ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് മുമ്പോട്ട് പോവുക. അഥവാ പോയിട്ടില്ലെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് ഇറങ്ങി വരും നിങ്ങളുടെ മേലെ. അള്ളാഹ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ റിപ്ലേസ് ചെയ്തിട്ട് വേറെ കൗമിനെ കൊണ്ടുവരും. അവർ ജിഹാദ് ചെയ്യും. അപ്പൊ ഹിന്ദുക്കൾക്ക് ആധിപത്യം കിട്ടിയാല്, ഹിന്ദുക്കൾക്ക് എന്താണ് പവർ കിട്ടിയാൽ അത് തന്നെ ചെയ്യണം. മുസ്ലിങ്ങൾ ഏതെങ്കിലും നടന്നൊരു കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് പവർ കിട്ടിയാൽ അതന്നെ സംഭവിക്കാം. എന്നിട്ടും എന്താണ് കേരളത്തിലെ മുനാഫിഖുകൾ എന്താ പറയാ, ഇത് നമ്മളെ സുഹൃത്തുക്കളാണ്, നമുക്ക് വേണം ജനാധിപത്യം, നമുക്ക് വേണം മതേതരത്വം, എന്താണ് ഇതൊക്കെ നമുക്ക് വേണം. എന്തുകൊണ്ടാണ് അവര് നമ്മളെ സുഹൃത്തുക്കളാണ് വെച്ചാൽ അവരെ തോള് എന്താണ് കേട്ട് നടക്കുക. അവർക്ക് എന്താണ് അവരുടെ എന്താണ് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെ എന്താണ് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താണ് ഇവരിങ്ങനെ അവർ സന്തോഷിക്കുക. അതിനകത്ത് പണി അതിൽ പാവം മുസ്ലിങ്ങൾ പെട്ടുപോകും. നിങ്ങൾ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെയെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ഖിലാഫത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ നാട്ടിലേക്ക് പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വരും അങ്ങോട്ട്. ഒരു ദിവസം തിരിച്ച് എന്താണ് ഇന്ത്യ മൊത്തം ഭരിക്കാൻ വേണ്ടിയിട്ട് വരും ഖിലാഫത്ത്. നമ്മളിവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് വേണം. അല്ലെങ്കിൽ വീട്ടിൽ എന്താണ് ഹാഷ്ടാഗ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മളിവിടെ ജിഹാദ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് വരും. നിങ്ങൾ അവിടെയും പരിശ്രമിക്കണം. ഖിലാഫത്തിന് വേണ്ടിയിട്ട് ഭരണം കൊടുക്കണം, ഇത് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്താണ് നാട്ടിൽ തന്നെ എന്താണ് ഖിലാഫത്തിന് ഒരു വിലായത്ത് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കശ്മീരിൽ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെയും ശ്രമിക്കുന്നത്? കേരളത്തിൽ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ മിനിമം കുറച്ചെങ്കിലും നിങ്ങൾ ഖിലാഫത്തിന് വേണ്ടി ചെയ്യാം, അള്ളാഹ് ദീനിന് വേണ്ടി ചെയ്യാം. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അസാബ് വരും. വെക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക.
അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാത്രം എന്താണ് മുകളിലുണ്ടായിരിക്കണം. അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത്. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങളെ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാരികളില്ല എന്നൊക്കെ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ എന്താണ് തീർക്കുക, അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക, എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ. തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്, എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെ. അവിടെയൊക്കെ പോയിട്ട് എന്താണ് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. ദൗലത്തുൽ ഇസ്ലാമിലെ നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലായിടത്തും നടക്കുന്നില്ലേ. അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു എന്താണ് എന്തെങ്കിലും അവിടെ ചെയ്യും. അല്ലെങ്കിൽ എന്നാ മിനിമം ഒരു റെയിൽ പാലങ്ങൾ തെറ്റിക്കാൻ നോക്കുക. ഒരു ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ട് എന്താണ് കുഫാരികൾ ഇല്ലാതാവട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ഓക്കെ, താങ്ക് യു. നല്ല അതെനിക്ക് വേണ്ടത് 5 സെക്കൻഡ് അജി സാറേ. ഇത് എം എം അക്ബർ എന്ന് പറഞ്ഞ പല്ലുപോയ കഴുതയുടെ സ്കൂളിലെ അധ്യാപകന്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. എം എം അക്ബർ എന്ന് പറഞ്ഞ ദാവാക്കാരന്റെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാന അധ്യാപകന്റെ വോയിസ് ആണ്. തെറ്റിദ്ധരിക്കരുത്. ഹൂറിയുടെ അടുത്താണ് ആള്, പുള്ളിക്കാരിപ്പോ ഹൂറിയുടെ അടുത്താണ്. ഹൂറികളുടെ ആള് ഹൂറിയുടെ അടുത്ത് ഇങ്ങനെ ഞാനത് സംസാരിക്കട്ടെ. എല്ലാരും ജാമ ടീച്ചർ സംസാരിക്കണം. അതിനുശേഷം നമുക്ക് മറ്റേ നമ്മുടെ താങ്കൾക്ക് വരാം. ഓക്കെ, ജാമ ടീച്ചർ സംസാരിക്കും. ജാമ ടീച്ചർ കേൾക്കാമോ? കേൾക്കാം, പറയും. നമ്മളിപ്പോ കേട്ട വോയിസ് നമ്മുടെ മുഹമ്മദ് നബിയുടെ യഥാർത്ഥ അടിമയായിട്ടുള്ള ഒരു കേരളത്തിലെ എല്ലാവരുടെയും എല്ലാ മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തിട്ടുള്ള റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന കൊടും ഭീകരന്റെ ശബ്ദ സന്ദേശമാണ്. ഇവന് കണ്ണൂര്, കാസർഗോഡ്, തൃക്കരിപ്പൂർ, പടന്ന തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം 100ഓളം ആളുകളെ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്തു. പിന്നീടാണ് NIA ഇവൻ ആരാണ് എന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ചെന്ന് നിന്നത് എവിടെയാ? MM അക്ബറിന്റെ പീസ് സ്കൂളിലാ. ചെറിയ ആളൊന്നുമല്ല. അവിടെയുള്ള മുൻനിരയിലുള്ള പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുത്തിരുന്ന വലിയ ഒരു നേതാവാണ് ഇയാള്. പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുത്തിരുന്ന ആള്. അപ്പൊ എന്താണ് അയാൾക്ക് ഇവിടെയുള്ള ബന്ധം? ഇവിടെയുള്ള യുവാക്കളുടെ സിരകളിലേക്ക്, അല്ലെങ്കിലും തീവ്രവാദത്തിന്റെ സിരകൾ ഇവരുടെ സിരകളിൽ ഉണ്ടല്ലോ, അതിലേക്ക് കൂടുതൽ അഗ്നി ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ അത് ആളിപ്പടർത്തുക. അയാള് ഇവിടെ വന്നിട്ട് കുറെ ലവ് ജിഹാദുകള്, നാർക്കോട്ടിക് ജിഹാദുകള്, കുറെ മതപരിവർത്തനങ്ങളൊക്കെ നടത്തി നമ്മുടെ നിമിഷ ഫാത്തിമയെയും അതുപോലെ ബെക്സൺ, ഈസ, കുറെ ആളുകളെ ഇയാള് ഐസിസിലേക്ക് കൊണ്ടുപോയി അവരെ രണ്ടാമതും മൂന്നാമതും ഒക്കെ വിവാഹം കഴിപ്പിച്ച് അയാൾ പൊട്ടിത്തെറിച്ചു. അത് കഴിഞ്ഞിട്ട് അയാൾ അവിടെ പൊട്ടിത്തെറിച്ചു എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവന്റെ 40ഓളം വോയിസ് സന്ദേശങ്ങൾ ഈ കേരളത്തിൽ വന്നു. ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഇവൻ ആർക്കാണ് അവിടെ ഇരുന്നിട്ട് വാട്സപ്പിലൂടെ ഈ സന്ദേശങ്ങൾ അയച്ചത്? അപ്പോൾ അവന്റെ ആശയങ്ങളോട് യോജിക്കുന്ന, അവനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളും സംഘടനകളും ഈ കേരളക്കരയിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ആളുകളെ അവൻ ഐസിസിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയത്. മഹാകുംഭമേള പോലെ, ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങൾ പോലെയുള്ള വേളകളില് നിങ്ങൾ ഒരു പിസ്റ്റൾ എടുക്ക്, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു റെയിൽ പാളം തട്ടി തകർക്ക്, നിങ്ങളൊരു കത്തി എടുത്തിട്ടാണെങ്കിലും ശരി, അള്ളാഹു നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചില ദൗത്യങ്ങളില്ലേ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാഫിറുകളെ, കുഫാറുകളെ ഇല്ലാതാക്കണം. അങ്ങനെ ഈ കാഫിറുകളായിട്ടുള്ള അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴില് SDPIക്ക് ഒഴുകിയെത്തിയ 129 കോടികളാണ് NIA തൂക്കിയെടുത്തത്. ശേഷിച്ച 67 കോടിയാണ് കഴിഞ്ഞ ദിവസം പൊക്കിയെടുത്തത്. ഇതാണ് ഈ റാഷിദ് അബ്ദുള്ളയുടെ ക്ലിപ്പ് നമ്മുടെ ഏതോ ഒരു സുഹൃത്ത് കേൾപ്പിച്ചല്ലോ, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരാള് വന്നിട്ട് കരയുന്നുണ്ടായിരുന്നല്ലോ, ആരാണെന്ന് അറിയില്ല. നിങ്ങൾ എന്തിനാണ് പാവം കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അവരെയൊക്കെ എന്തിനാണ് നിങ്ങൾ മതം
നിങ്ങൾ ഇങ്ങനെ ഈ മതത്തെ പറയുമ്പോൾ അവർക്കൊക്കെ വേദന ഉണ്ടാകുമല്ലേ എന്ന്. ശരിയാണ് സുഹൃത്തെ, നിങ്ങൾക്ക് വേദനയുണ്ടാകും. കാരണം 6-ാം നൂറ്റാണ്ടിൽ നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ഈ 21-ാം നൂറ്റാണ്ടിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഭീകരന്മാരെ കാണാൻ നിനക്കൊന്നും കണ്ടില്ല? നിങ്ങൾക്കതൊന്നും കാണാൻ പറ്റുന്നില്ല? അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വീട്ടിൽ കാത്തു വെച്ചോളാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല? മതത്തിന്റെ പേരിൽ ഈ കേരളത്തെ ചുട്ട് ചാമ്പലാക്കുന്നതിനു വേണ്ടി വീടുകൾ കേന്ദ്രീകരിച്ച് നിന്റെയൊക്കെ മുറിയൻ തണ്ടികള് ആയുധങ്ങൾ വാങ്ങി വീടുകളിൽ ശേഖരിച്ച് ഒതുക്കി വെക്കുമ്പോൾ നിനക്കൊന്നും ഇത് മതമാണ് എന്ന് മനസ്സിലാകുന്നില്ല. തട്ടമിട്ട് ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലൊക്കെ കയറി അവിടെയൊക്കെ പോയിട്ട് ഈ തീവ്രവാദം സ്പ്രെഡാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ ഒന്നും പിന്നിൽ മതമുണ്ടെന്ന് നിനക്കൊന്നും മനസ്സിലാകുന്നില്ല. പഹൽഗാമിൽ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് നിക്കറൂരി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി 29 പേരുടെ തലകൾ ചിന്നിച്ചിതറി തെറിപ്പിച്ചപ്പോൾ കലിമ ചൊല്ലിയത് മതത്തിന്റെ പേരിലാണ് എന്ന് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ടും ഇരവാദം പറഞ്ഞ് കരയാനുള്ള നിന്റെയൊക്കെ തൊലിക്കട്ടിയുണ്ടല്ലോ, അപാരമാണ്. ശരിക്കു പറഞ്ഞാൽ ഈ ഭീകരവാദവും തീവ്രവാദവും പൊട്ടിത്തെറികളും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവനെയൊക്കെ പിന്തുണയ്ക്കുന്ന ഇത്തരക്കാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. സുഹൃത്തെ, മതം നിന്റെയൊക്കെ തലച്ചോറിലുണ്ട്. അതാണ് ഒരു കയ്യിൽ കിതാബും മറുകൈയിൽ ആയുധവും നാവിൻ തുമ്പിൽ അല്ലാഹു അക്ബറുമായി ആരാന്റെ, അതായത് കാഫിറുകളുടെ പിരടി നോക്കി വെട്ടാൻ വേണ്ടിയിട്ട് നീയൊക്കെ കത്തികൾ ഓങ്ങുന്നില്ലേ? അതിന്റെ പേരാണ് ഇസ്ലാം, സമാധാനത്തിന്റെ മതം. എല്ലാ മുസ്ലിമിന്റെ ഉള്ളിലും ഒരു തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ കേസ് കൊടുക്കും, ഞാനത് പറഞ്ഞെന്ന് പറഞ്ഞു ചെല്ലേ. തരാതരം അവസരോചിതമായി ആ തീവ്രവാദി പുറത്തു ചാടും. അതാണ് നമ്മൾ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ കണ്ടത്. അതാണ് നമ്മൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ കണ്ടത്. അതാണ് നമ്മൾ മുംബൈ ഭീകരാക്രമണത്തിൽ കണ്ടത്. അതാണ് നമ്മൾ ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ ഈ കേരളത്തിൽ വന്നിട്ട് ഇന്റർസിറ്റി, പിന്നെ കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസിന് തീയിട്ടില്ലേ? ആ സമയത്ത് അവനെ പിന്തുണച്ച വളയിട്ട കൈകളിൽ കണ്ടത് നമ്മൾ അത് തന്നെയാണ്. അവനെ സംരക്ഷിക്കാൻ എത്ര പേർ, 6 മൊബൈൽ ഫോൺ കൊണ്ടു കൊടുക്കാൻ ആളുകൾ, ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ചുവന്ന ടിഫിൻ ബോക്സിൽ കൊണ്ടു കൊടുക്കാൻ ആളുകൾ. നോമ്പായില്ല, പെരുന്നാളായില്ല, അതിനു മുമ്പ് തന്നെ പെരുന്നാൾ കുടവെ അവന്റെ കൈകളിൽ എത്തിക്കാൻ ആളുകൾ. നിങ്ങളെ പോലെയുള്ള ഭീകരന്മാർ ഈ ഭീകരതകളെ പിന്തുണയ്ക്കും തോറും എന്താണ് ഇസ്ലാമെന്നും എന്താണ് ഇസ്ലാമിന്റെ സമാധാനമെന്നും ലോകം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. അത് എവിടെയുള്ള പ്രശ്നമാണെന്നറിയാമോ? നമ്മളുടെ തലച്ചോറില് ഒരു 3 വയസ്സ് മുതൽ സോഫ്റ്റ്വെയറിൽ ഇൻജെക്ട് ചെയ്തിട്ടുണ്ടല്ലോ ചില കൊടും വിഷം. അതാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ പിരടിക്ക് കാച്ചാനും ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഇത് നിന്റെ മതത്തിന്റെ കുഴപ്പമാ, നിങ്ങളുടെ ഗ്രന്ഥത്തിന്റെ കുഴപ്പമാ. അമുസ്ലിങ്ങളെ ഒന്നും കൊല്ലാൻ കിട്ടാതാകുമ്പോൾ കൂട്ടത്തിലുള്ളവരെ കൊന്നു തിന്ന് സുഖം കണ്ടെത്തുന്ന നിന്റെയൊക്കെ വർഗത്തിന്റെ പ്രശ്നമാണിത്. നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ കാരണമാണ്, നമ്മളുടെ മതം കാരണമാണ്, മതഗ്രന്ഥം കാരണമാണ്, നമ്മളുടെ പ്രവൃത്തികൾ കാരണമാണ് നമ്മളുടെ സമാധാനം ലോകം മുഴുവനും പുൽകുന്നതിനു വേണ്ടി 100 കണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് എന്നുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. RSS ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. BJPയും RSSും ഇന്ത്യയിൽ മാത്രമാണുള്ളത്. അവിടെയൊക്കെ ഇസ്ലാം മത തീവ്രവാദം ഉണ്ടോ ഇല്ലേ? പാകിസ്ഥാനിൽ RSS ഉണ്ടോ? സിറിയയിലുണ്ടോ? ഇറാനിലുണ്ടോ? ഇറാഖിലുണ്ടോ? ബംഗ്ലാദേശിലുണ്ടോ? പാകിസ്ഥാനിലുണ്ട്. അപ്പോ ഇവിടെയൊക്കെ നിങ്ങളുടെ ഈ തീവ്രവാദ സംഘടനകൾ സ്വൈരമായി വിഹരിക്കുന്നത് എന്തുകൊണ്ടാ? ആരെ കൊല്ലാൻ? RSSകാരെയും BJPക്കാരെയും കൊല്ലുന്നതിന് വേണ്ടിയാണോ? അല്ല, സ്വന്തം മതത്തിൽപ്പെട്ട, സ്വന്തം വിശ്വാസവും ആശയവും അതേപോലെ സ്വീകരിക്കാത്ത ആളുകളെ കൊന്നു തിന്നുന്നതിന് വേണ്ടി. ഇപ്പോ നിങ്ങളുടെ ഇത്തരം ക്യാപ്സൂളുകളും ഇരവാദവും ഒന്നും ഇനിയും ഈ കേരളത്തിലെ മലയാളികളായിട്ടുള്ള കാഫിറുകളോട് നടക്കില്ല. കാരണം അവർക്ക് നമ്മുടെ പുസ്തകം മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ കിതാബിനകത്ത് എന്താണ് ഉള്ളത് എന്ന് മനസ്സിലായതുകൊണ്ട് ഇനി രക്ഷയില്ല. ഒരു കഷ്ണം തുണിയാണോ നിങ്ങളുടെ പ്രശ്നം? അതെ, ഈ കഷ്ണം തുണി നമുക്ക് പ്രശ്നം തന്നെയാണ്. ഞങ്ങളുടെ തട്ടമാണോ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നമാണ്. ഞങ്ങളുടെ മതമാണോ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നമാണ്. പെൺ ജിഹാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു താത്തായെ കണ്ടപ്പോൾ നിങ്ങൾക്കത് മതമാണ് എന്ന് തോന്നിയില്ല? കേരളത്തിൽ താത്താമാരെ, അതായത് കറിക്കത്തി പിടിക്കാൻ മാത്രമല്ല ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് അറിയുന്നത്,
പേറിയന്ത്രമാകാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾക്ക് അറിയുന്നത്, നിന്റെയൊക്കെ പിരടിക്കു നോക്കി കാച്ചാനും അറിയാമെന്ന് പറഞ്ഞിട്ട് കണ്ണൂർ കേന്ദ്രീകരിച്ച് 2 താത്താമാരെ എന്റെ വീട്ടിലേക്ക് ഇറക്കി വിട്ടു ഐസിസ് ഭീകരർ. ഒരു ഷിഫ ഹാരിസ് ഒക്കെ ഇന്നും ജയിലിലാ, ഇന്നും തിഹാർ ജയിലിലാ. അപ്പോ അയ്യോ ഞങ്ങളെ പറയുന്നു. നിങ്ങൾ അത്ര വലിയ നിഷ്കളങ്കരാണെങ്കിൽ ഈ തീവ്രവാദികളെ നിങ്ങളൊന്ന് വിമർശിക്ക് കാണട്ടെ. ഞങ്ങളുടെ മതം പറഞ്ഞതല്ല ഇത് എന്ന് നിങ്ങളൊന്ന് കാണട്ടെ. ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയതും ഇവിടെ കാഫിറുകളെ ഇല്ലാതാക്കാൻ വേണ്ടി അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങാൻ വേണ്ടി കോടികൾ ഈ കേരളക്കരയിൽ ഒഴുകുന്നതും ഞങ്ങളുടെ പുസ്തകം പറഞ്ഞിട്ടല്ല എന്നും ഇതല്ല ഞങ്ങളുടെ മതമെന്നും നിങ്ങളൊന്ന് തെളിയിക്കൊന്ന് നോക്കട്ടെ. ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനകളിലേക്ക് ഈ കേരളത്തിൽ നിന്ന് മലയാളി സ്ത്രീകളെ എങ്ങനെ കൊണ്ടുപോയി? ആര് കൊണ്ടുപോയി? നിന്റെയൊക്കെ റിക്രൂട്ടർമാരില്ലാതെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ സജ്ജമായി നിൽക്കുന്ന തുമ്പൻ ടീമാണ് ഈ സ്ത്രീകളെ അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റിയത്. കേരളത്തിൽ എത്ര താത്താമാരെയാണ് ഇവർ റിക്രൂട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറിനെ പോലെയുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോ അയ്യോ അത് വർഗീയവാദി. നിങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ വർഗീയവാദി. ലക്ഷണമൊത്ത വർഗീയവാദ ഗ്രന്ഥം ഖുർആനാണ്. ജിഹാദി താത്ത ജയ്ഷെ മുഹമ്മദിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് എന്നാ ശരി ജയ്ഷെ മുഹമ്മദിന് ഒരു കോള് വിളിച്ചിട്ട് ഞാൻ ദാ ഇന്ന ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാം, എന്നെ ഒന്ന് പിക്ക് ചെയ്തോന്നും പറഞ്ഞ് കൊണ്ടുപോയതല്ല. ഇവിടെ നിന്ന് സ്ത്രീകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി. കാരണം ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബവും, ഒരു കുടുംബം നന്നായാൽ ഒരു സമൂഹവും, ഒരു സമൂഹം നന്നായാൽ ഒരു രാഷ്ട്രവും ഇസ്ലാം മതമയമാക്കാം എന്നുള്ള നിങ്ങളുടെ ആ ആശയമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ കേരളത്തിൽ ഒരുപാട് നിമിഷ ഫാത്തിമമാരെ ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ നാടിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന നിങ്ങളുടെ ഭീകരതയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മോങ്ങുന്നെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് നിന്റെയൊക്കെ ചൊറിഞ്ഞങ്ങോട്ട് തീർക്ക്. i20 എന്ന് പറയുന്ന കാറല്ലേ ഇപ്പൊ പൊട്ടിത്തെറിച്ചത്? 2 ഡോക്ടർമാരുടെ വീടുകളിൽ നിന്നല്ലേ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്? ഇതൊന്നും മതത്തിന്റെ പേരിലല്ല അല്ലെ? നിങ്ങളുടെ മതം പറഞ്ഞ കാഫിറുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി 6-ാം നൂറ്റാണ്ടിൽ ഉൽപ്പാദിപ്പിച്ച ഒരു ഗോത്ര ആശയം, ഒരു ഗോത്ര നേതാവിന്റെ ആ ഒരു അപരിഷ്കൃതമായ രീതികൾ ഇന്നും ലോകത്തെ മുഴുവനും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനെ ആശയം കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ അദ്ദേഹം എനിക്ക് ചോദിച്ച ആളിപ്പോ കാണാൻ ഓക്കെ. നമുക്ക് ഇനി ഡൽഹിയിൽ നമ്മുടെ താങ്ക് യു ജാമിദ ടീച്ചർ, വളരെ നല്ലൊരു പ്രസംഗമായിരുന്നു. ലൂയിസ് എന്ന് പറയുന്ന അദ്ദേഹം ഡൽഹിയുടെ പ്രതിനിധിയാണ്. ഡൽഹിയിൽ എന്താണ് ലൂയിസ്? ഡൽഹിയിൽ ഇപ്പൊ അത് കൃത്യമായിട്ട് മോദി ഇവന്മാരുടെ അമ്മയ്ക്കിട്ട് പണിയും, ഇവിടെ വീട്ടിൽ പോയിട്ട് പണിയും. അത്ര സ്ട്രോങ് ആയിട്ട് എല്ലാ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം പോയിട്ട്. ഇപ്പൊ ഈ ഷഹീന എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ട്, 35 വയസ്സായ കാമൂന, 45 വയസ്സായ ഷഹീന. അവള് ഇതിന്റെ ഒരു വനിതാ വിങ്ങിന്റെ നേതാവാണ്. അവളെ ഇന്നലെ AK-47 ഒക്കെ പിടിച്ചത്. ഇപ്പൊ അവളെ കുടുംബത്തെ മുന്നിൽ വിളിച്ചു. പിന്നീട് അറിഞ്ഞത് അവന്റെ ബ്രദറും കൂടി ഇതിലേക്ക് ഈ സ്ഫോടനത്തിന് സഹായിച്ചൊരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ എന്ന പുള്ളിക്കാരൻ. ഈ ഷഹീനായിട്ട് ഒരു കഥ പറയണെങ്കിൽ ഷഹീന ഡിവോഴ്സ് ചെയ്താണ്. ഫസ്റ്റ് ഭർത്താവ് എന്ന് പറഞ്ഞത് ആളൊരു നേത്ര രോഗി, നല്ല ഡോക്ടറായിരുന്നു. പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ട് ഇപ്പൊ ഈ 35 വയസ്സാന്റെ കൂടി നിന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചത്. എന്ത് തന്നെയാണ് ഈ ഉമർ അലി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഇപ്പൊ നേരത്തെ ഞാൻ ന്യൂസ് ഇല്ല കേൾക്കായിരുന്നു, അത് അബദ്ധവശാൽ പൊട്ടിയെന്നല്ല, പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഫരീദാബാദ് നിന്ന് വന്ന, അതായത് ഹരിയാനയുടെ ഫരീദാബാദ് നിന്ന് വന്നിട്ട് ആളൊക്കെ ഒത്തിരി സ്ഥലത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സ്ഫോടനമൊക്കെ നടത്തിയത്. അതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന വണ്ടികൾ കുറച്ച് ഭാഗ്യത്തിന് അറിയണ്ടോ, സത്യം പറഞ്ഞ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ 2900 കിലോ അറിയില്ല ഈ നമ്മുടെ ഈ ഇത്ര സ്ഫോടക വസ്തുക്കൾ അവിടെ നിന്ന് കിട്ടിയപ്പോ അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. 10-20 സ്ഥലങ്ങൾ ഇത് സത്യം പറഞ്ഞ ഡൽഹിയിലെ ഇല്ലാതാക്കാതാണ് നമ്മുടെ പരിപാടിയായിരുന്നു. അത് ഭാഗ്യത്തിന് ഒരു IPS ഓഫീസർ അത് കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് ആ അന്വേഷണം ഇവിടെ ചെന്ന് പിടിച്ചു. അതിനുശേഷം ഇവിടെ വണ്ടിയിൽ നിന്ന് ഇത്രയും സ്ഫോടക വസ്തുക്കൾ കിട്ടി. ഈ പറഞ്ഞ റൈസ് എന്ന് പറഞ്ഞ ഒരു വാതകം ഉണ്ടാക്കാനായിട്ടല്ല, നമ്മുടെ ആവണക്കെണ്ണയുടെ ചണ്ടി ഉണ്ടല്ലോ, അതിന്നൊക്കെയാണ് ഈ ഇത് ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാ. പൊട്ടാസ്യം നമ്മുടെ സൈലന്റിലൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഒരു വിഷവസ്തുവാണ്. അത് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഇവിടെ 9 പേര് ചെന്നപ്പോ ഒരുത്തരെ മാത്രം കിട്ടില്ല, ഉമർ അലീനെ കിട്ടിയില്ല. ഉമർ അലീനെ പിന്നെ നോക്കി അവന് മനസ്സിലായി അവന്റെ ഗതികേടെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്ത് അവന്റെ കൂറി എടുത്ത് പോയിട്ടാണ് ഇപ്പൊ ഇത്രയും വൃത്തികേടുകൾ ചെയ്തത്. ഒരു 14 വർഷം നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അഭിമാനത്തോടെ ക്രിസംഗി നിലയ്ക്ക് ഞാൻ പറയായിരുന്നു,
ഇത്രയും വർഷം ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ പേടി തുടങ്ങി. ഇസ്ലാമിന്റെ പേടി, ഇസ്ലാമോഫോബിയ. ഇസ്ലാമിനെ പേടിക്കണം. ഇവര് സമാധാനം നമുക്ക് ഇസ്ലാമോഫോബിയ അല്ല, ഇസ്ലാമോഫിയർ. 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 ഓക്കെ. അപ്പൊ ഈ പേടിയുണ്ട്, ഇസ്ലാമിനെ പേടിക്കണം സത്യം പറഞ്ഞ. എന്തുകൊണ്ടാണ് ക്ലബ് ഹൗസിൽ എല്ലാ ദിവസവും, എല്ലാ നേരവും, എല്ലാ മണിക്കൂറുകളും ഈ മുഹമ്മദിനെയും അള്ളാഹുവിനെ ഇറലാക്കുന്നതുകൊണ്ടാണ്. കാരണം പേടിയുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ പുലി വരുന്നേ, പുലി വരുന്നേ, പുലി വരുന്നേ. എവിടെ പുലി എന്ന് ചോദിച്ചു, പുലി വന്നു കഴിഞ്ഞു. അതുകൊണ്ടാ പറഞ്ഞ. അപ്പൊ ഇവരുള്ള ആൾക്കാര്, ജാമ്യന്റെ ടീച്ചർ, ഒത്തിരി പേരുണ്ട്. ഞാൻ ഇപ്പൊ ആരിഫ് ഹുസൈനും, നമ്മുടെ ലിയാഖത്തില്, അലി ജബ്ബാർ മാഷ്, ഇനിയിപ്പോ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറി, ഒത്തിരി പേരൊക്കെ, അനിൽ അയ്യപ്പൻ, അനിൽ കോടിത്തോട്, ഒത്തിരി പേരൊക്കെ ഉണ്ട്. അവര് പറഞ്ഞു ഇതേ പുലി വരുന്നു. അപ്പൊ എല്ലാവരും കളിയാക്കായിരുന്നു. പുലി വന്നു. ഇത് ലോകം മുഴുവൻ പുലി വരുന്നു. ഇപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ സ്കൂളിലുണ്ടായ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, ആ സിസ്റ്ററുടെ നല്ലൊരു മനോധൈര്യത്തിന് ശരിക്കും നല്ല സല്യൂട്ട് കൊടുക്കണമായിരുന്നു. വണങ്ങി കൊടുത്തില്ല. അവസാനം ആള് ടീച്ചർ എടുത്ത് കൊച്ചു പെണ്ണ് അവിടുന്ന് പോയി. ഇത് നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്ന. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തില് ഇവര് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങളാണ് ഭരിക്കുന്നത്. കാരണം ഞങ്ങൾ ഏകദേശം 28-30% ആയില്ലേ, ഇനി ഞങ്ങൾ കൺട്രോൾ ചെയ്യും. ഞാനിതൊരു കാര്യം, ഒരു മുസ്ലിം നേതാക്കന്മാരോ, ഞാൻ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരോ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയോ ഇതിനെ വല്ലവരും ഇത് അപലപിച്ചു വല്ല റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടില്ല. ഞാനോട് ക്ഷമിക്കാം. കൊടുക്കില്ല. കാരണം അവന് കൊടുത്തു കഴിഞ്ഞപ്പോ നാളെ അവിടെ ഇവിടെ കേരളത്തിലൊരു ഒരു കോൺഗ്രസ് ഒരു ആരെങ്കിലും ആയിക്കോട്ടെ, അവൻ ഇതിനെ അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടുത്ത ഇലക്ഷൻ തോൽക്കും. അവിടെ ആ പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളായ സാധാരണ ജനങ്ങൾ കൃത്യമായിട്ടാണ്. കൺക്ലൂഡ് ചെയ്യാമല്ലോ ചേട്ടാ. ഞാനേ നിങ്ങൾ ഇത്രയേറെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊന്നും കൺക്ലൂഡ് ചെയ്യുന്നില്ല, ഒന്ന് കേൾക്കട്ടെ. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ഇതിനൊക്കെ ഫുൾ ആയിട്ട് അടികൊണ്ട് സപ്പോർട്ട് ചെയ്ത്. ഈ തെലുങ്കാന CM-ന്റെ ഒരു കമന്റ് ഞാൻ പറഞ്ഞുതരാം. അവൻ പറഞ്ഞൊരു കമന്റ് എന്ന് പറയില്ലേ, മുസ്ലിം ഈസ് ഈക്വൽ ടു കോൺഗ്രസ്, കോൺഗ്രസ് ഈസ് ഈക്വൽ ടു മുസ്ലിം. എന്താ അതിന്റെ അർത്ഥം എന്താണ്? ഒരു CM പറഞ്ഞാണ് തെലുങ്കാനയുടെ. അതായത് മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെന്ന്, കോൺഗ്രസ് എന്ന് പറയുന്നത് CM ആണെന്ന്. കോൺഗ്രസ് എന്ന് പറയുന്നത് മുസ്ലിം ആണ്. ഇതാണ് ആ ആത്മീയ ബന്ധം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ട് വോട്ട് ചെയ്യട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ടീച്ചർ നമ്മളെ നേരത്തെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചതിനകത്ത് 100ഓളം ആളുകളെ റിക്രൂട്ട് ചെയ്തു എന്ന് പറയുന്നു. അതിന് തെളിവുകളുടെ എണ്ണയുടെ എന്തെങ്കിലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ? ഒന്ന്. രണ്ട്, ഇയാളുടെ വോയിസ് ക്ലിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇയാൾ ആർക്കയച്ചു? അപ്പൊ അതായത് ഇത്തരം സന്ദേശങ്ങൾ കൈമാറുവാൻ, അതായത് ധൈര്യത്തോടെ കൈമാറാൻ കഴിയുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ ഇനിയും ആളുകൾ മുന്നോട്ട് വരണം എന്നുള്ള ആഹ്വാനമാണ്. അപ്പൊ അയാൾ അയച്ച സന്ദേശം ഗ്രൂപ്പുകളിലായിരിക്കാം വന്നിട്ടുള്ളത്. ആ ഗ്രൂപ്പുകൾ ഉള്ള ആളുകൾ ഇന്നും ഒരുപക്ഷെ നമ്മളെ ഈ ക്ലബിൽ ഹൗസിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇരുന്ന് കേൾക്കുന്നുണ്ടാകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മലയാളികളുടെ ഇടയിലും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലേ? അപ്പൊ ഒന്ന്, ആ NIA റിപ്പോർട്ടാണ്. രണ്ട്, ഞാൻ ഈ ചോദ്യം. NIA അന്ന് തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ റാഷിദ് അബ്ദുള്ളയുടെ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ അൽ ജസീറയിൽ വന്ന റിപ്പോർട്ടാണ്. ഒരുപാട് ആളുകളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് തന്നെയായിരുന്നു ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, കിട്ടും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എത്രയെത്ര തെളിവുകൾ നമുക്ക് വേണം ഇനി? പഹൽഗാം ഭീകരാക്രമണം നടന്നില്ലേ? ആ ഭീകരാക്രമണം നടന്ന സമയത്ത് ഈ കേരളത്തിലെ തന്നെ ഒരു മലപ്പുറം സ്വദേശി മുഹമ്മദ് സനൂഫ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ പഹൽഗാം 29 പേരെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊന്നു എന്ന് പറഞ്ഞ തൊട്ട് താഴെ വന്ന ഒരു കമന്റ് നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. മുഹമ്മദ് സനൂഫിന്റെ കമന്റ് ആണ്. ഞാനത് പല തവണകളിൽ വായിച്ചിട്ടുണ്ട്. ആ കമന്റ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ആ കമന്റ് അതായത് മറ്റൊന്നുമല്ല, ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കുവാണ്. എൻ്റെ പാകിസ്ഥാനിലെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് വരണം, എന്നിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ സംരക്ഷിച്ച്
മുസ്ലിങ്ങളെ മുഴുവനും കൊല്ലണം, എന്നിട്ട് നമുക്ക് ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കണമെന്നും ഇന്ത്യയുടെ മുഖത്ത് തുപ്പുന്ന ഒരു ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ സനൂഫ് അതിനകത്ത് കമന്റ് എഴുതിയിരുന്നത്. നിങ്ങൾക്ക് കമന്റ് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, ഞാൻ തരാം. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തപ്പിയാൽ കമന്റ് കിട്ടുകയും ചെയ്യും. അപ്പോ രണ്ടാമത്തെ കാര്യം അതാണ്. ഇനി 3, ഇതിനേക്കാൾ ഭീകരതയിലാണ് ഈ കൊച്ചു കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. റാഷിദ് അബ്ദുള്ളയെ പോലെയുള്ള, ഐസിസ്, ലഷ്കർ ഇ തൊയ്ബ, അൽ ഖ്വയ്ദയെ പോലെയുള്ള ഭീകരന്മാർ നമ്മുടെ രാജ്യത്തില്ല, നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറയുന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഇവിടെ വന്ന് ജീവിച്ചത് കൊച്ചിയിലായിരുന്നു. അയാൾക്ക് ശരീരത്തിന് ചൂട് പറ്റാൻ വേണ്ടിയിട്ട് സിനിമാ നടിയെ ഏൽപ്പിച്ചു കൊണ്ടുവന്ന് കൊടുത്തത് മലയാളികളായിരുന്നു. ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവാണ് വേണ്ടത്? നമ്മുടെ APJ അബ്ദുൽ കലാം സാറിന് വേണ്ടി ഇവിടെ ആരെങ്കിലും മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ടോ? ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടിയും അജ്മൽ കസബിന് വേണ്ടിയിട്ടും മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. ഇനി എത്ര തെളിവുകൾ വേണം കേരളത്തിന്റെ ഭീകരവാദത്തെ സംബന്ധിച്ച്? പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലും ഈ പറഞ്ഞ അബ്ദുൾ റാഷിദിന്റെ വോയിസ് ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിലും കേരളത്തിലെ ഐസിസ് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കേരളവും അപകടത്തിൽ തന്നെയാണ്. അതെങ്ങനെ ഞാനത് മനസ്സിലാക്കാനുള്ള കാരണം, ഇത്തരം ചർച്ചകൾ ഇപ്പോ ഈ ഡൽഹി ഭീകരവാദത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അവരതിനെക്കുറിച്ച് പറയാതെ അവർ വളരെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്, കളമശ്ശേരിയിലെ മാർട്ടിൻ എന്നാണ് അവർ പറയുന്നത്. ഇതുവരെ എന്താണോ അറിയുന്നത്? നമ്മുടെ അബ്ദുള്ള ഉസ്താദ് ഉണ്ട്. അബ്ദുള്ള ഉസ്താദ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയും. ഉസ്താദ് പറയും എന്താണ് ഡൽഹിയിൽ നടന്ന ഈ കാര്യത്തെ പറ്റി. നിങ്ങൾ ചുമ്മാ പ്രിൻസിപ്പൽ അങ്ങനെ പറയരുത്. ഇത്തരം വേദികൾ തക്കിയടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ 5, 10, 15, 20 പേരിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ ഭംഗിയായ അവര് പിന്നെ എന്താ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ്, മുസ്ലിം ഇസ്ലാം ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്നൊക്കെ പറയുകയാണ്. അത് ചോദിച്ചോ. അബ്ദുൾ കേട്ടോ ചോദിക്കാം. ഉസ്താദ് പറയും. ഒരു മാന്യനാ. അതെ, നിങ്ങൾ തന്നെ തമ്മിലടിക്ക്. ഒരാള് ഒരു കൂട്ടർ ഇന്ത്യയും മറ്റൊരു പാകിസ്ഥാനുമായിട്ട് അടിച്ചുകൂടും. രണ്ടു സ്ഥലത്തും ഈ സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്റെ അഭിപ്രായത്തില് ഈ ബ്രിട്ടീഷുകാരാണ്. അവര് പാകിസ്ഥാനാക്കി ഇന്ത്യയും പാകിസ്ഥാനായിട്ട് വിഭജിച്ചു. അതുപോലെ തന്നെ ഇവിടെ പിന്നെ എന്താണ് പലസ്തീനിൽ ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ സ്ഥാപിച്ചു. അപ്പൊ ഇതിനൊക്കെ പിന്നില് ഈ വെള്ളക്കാരാണെന്നുള്ളൊരു അഭിപ്രായമാണ്. തമ്മിൽ തെറ്റിക്കുക, തമ്മിലടിപ്പിക്കുക. അപ്പൊ നോക്ക്, അസിമുനീർ എവിടെ പോയിക്കുക? അസിമുനീർ സഹായം ചെയ്യുന്നവരാരാ? ഇത് ട്രംപാണ്. ഈ അമേരിക്കയാണ് എല്ലാ സഹായങ്ങളും നിൽക്കുന്നത്. ഇവിടെ ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മിനിറ്റ്. പിന്നെ പറയാം. അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയട്ടെ കേട്ടോ. അവര് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. നല്ലൊരു ചർച്ചയാണ്. അഫ്ഗാനിസ്ഥാനെ ഭീഷണിപ്പെടുത്തി. അവിടെ പിന്നെ ഒരു എയർപോർട്ട് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഭീഷണിപ്പെടുത്തി. വഴങ്ങിയില്ല. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഇതേ നമ്മളെ അണ്ണുണ്ടല്ലോ മോദി സാറെ വിളിച്ചു, അദ്ദേഹം ചെന്നില്ല, വഴങ്ങുന്നില്ല. അപ്പോ ഇവിടെ ഇപ്പൊ ഭരിക്കുന്ന, ഒരു കാലത്ത് ബ്രിട്ടീഷുകാരായിരുന്നു, ഇപ്പോ ഭരിക്കുന്നത് അമേരിക്കയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ തമ്മിൽ അടി ഒഴിക്കും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വന്നായിട്ട് തോന്നണം? ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരെണ്ണം ആളിയോ ഞാൻ പറഞ്ഞത്? അബ്ദുൾ ഉസ്താദ് പറഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളത് അജിബദർ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. പുള്ളി സത്യത പുള്ളി സംസാരിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ശരിയല്ല. ഉസ്താദ് കുറച്ചും കൂടെ പറയാം. ഞാൻ കേട്ടില്ല. അതാ ലാസ്റ്റ് പറഞ്ഞാൽ കേട്ടില്ല. എന്റെ നെറ്റ്വർക്ക് പോയി. കുറച്ചുകൂടി പറയുകയാണെങ്കിൽ പിന്നെ നമ്മളെ എന്താണ് സലഫിസം, ഈ പറയുന്ന കാലമായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ജാമിന്റെ ടീച്ചർ ഒരു കാലത്ത് ഇതിന്റെ ആളായിരുന്നു. അവരുടെ ടീച്ചറായിരുന്നു ഈ മദ്രസയിലെ. യൂബി നവാസിന്റെ ഭാര്യയെ പോലെ ഈ ടീച്ചറും കുറെ കാലം ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ്. ഇപ്പൊ ഇങ്ങോട്ട് മാറി നിന്നിട്ട് ജബ്ബാർ മാഷ് നന്ദി പറഞ്ഞിട്ടുണ്ട് സെൽഫികൾക്കും മുജാഹിദികൾക്കും. ആ മുജാഹിദിന്റെ മറ്റൊരു ടീമാണ് ഇവര്. ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഈ മുജാഹിദിൽ നിന്ന് അല്ലെങ്കിൽ സെൽഫിയിൽ നിന്ന് രണ്ട് കൂട്ടർ പിന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. ഒന്ന് തീവ്രവാദത്തിലേക്ക് പോയി, ഒന്ന് ഇസ്ലാമിനെ ഉപേക്ഷിച്ച് പോയി. ഈ 2 കൂട്ടരും പിന്നെ പ്രശ്നമാണ്.
എന്നാൽ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല കേട്ടോ. ഞങ്ങൾ ആരും ആടിന് മേക്കാനോ എവിടേക്കും പോയിട്ടില്ല. ഞാൻ ഇത് എത്ര കാലം പള്ളിയിൽ ജോലി ചെയ്യുന്നു. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ മദ്രസയിലും സ്കൂളിലും അല്ല എന്താ പറയാ അറബി കോളേജിലാണ്. ഒരു 10ാം ക്ലാസ് വരെ നമ്മുടെ നാട്ടിൽ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അത് SLC കഴിഞ്ഞിട്ട് പിന്നെ അറബി കോളേജ് കടമേരി അറബി കോളേജ് പഠിച്ച്. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യന്റെ പുറത്ത് അല്ല കേരളത്തിന് പുറത്ത് പഠിച്ചു. ലക്നൌവിൽ പഠിച്ചു. പിന്നെ ഇവിടെ കുവൈത്തിൽ വന്നിട്ടും പഠിച്ചു. ഇവിടെ ഞങ്ങളൊന്നും തീവ്രവാദിയെ മറ്റുള്ളവരെ കൊല്ലാനോ ഹിന്ദുക്കളെ കൊല്ലാനോ അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളെ കൊല്ലാനോ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ. അപ്പൊ ജാമിദ ടീച്ചറിന്റെ വ്യാഖ്യാനമാണ് പ്രശ്നം ഉണ്ടായത്. ഈ മുജാഹിദുകളിൽ നിന്ന് തീവ്രവാദികളായി പോയെ. അങ്ങനെയൊന്നും ഖുർആനിൽ പിന്നെ അങ്ങനെ ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഖുർആനിൽ പിന്നെ മുസ്ലിങ്ങളെ കൊല്ലണം. ഞങ്ങൾ എത്ര മുസ്ലിങ്ങളൊപ്പം ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ തെണ്ടികളാണ് ഇവരെയാണ് കൊല്ലേണ്ടത്. ഇവരെയാണ് പിന്നെ മുസ്ലിങ്ങൾ തന്നെ പിന്നെ ഇടപെട്ടിട്ട് ഈ രണ്ട് കൂട്ടരെയും ഒന്ന് ജബ്ബാർ ഭാഷ ആളുകൾ ഇസ്ലാമിനെ തെറി പറയുക, മുസ്ലിം പ്രവാചകനെ തെറി പറയുക, പിന്നെ എല്ലാ സാഹചര്യവും അതിനെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം തീവ്രവാദം, മനുഷ്യരെ കൊല്ലുക. ഇത് ഏത് ഇസ്ലാം ഏത് മതമാണ് എന്ത് മനുഷ്യനെ പഠിപ്പിച്ചിരിക്കുന്നത്? പിന്നെ മനുഷ്യരെ കൊല്ലാന് മറ്റുള്ളവരെ കൊല്ലാന് എന്നാൽ യുദ്ധം കൊലപാതകം ഇത് ഭയങ്കരമായിട്ട് സോഷ്യൽ ത്രെഡ് ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അജ്മീർ ബാധിക്കും. ഒന്നര പറഞ്ഞ ഞാൻ കേട്ടില്ല. ജബ്ബാർ മാഷ കൊല്ലണം എന്താ പറഞ്ഞ? രണ്ടു കൂട്ടരെയാണ് കൊല്ലേണ്ടത്. ഒന്ന് ജബ്ബാർ മാഷ. നിങ്ങളതേ കേൾക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ടതേ നിങ്ങൾ കേൾക്കുള്ളൂ. ഇസ്ലാം വയലന്റ് ഇവരെ ഇസ്ലാം മനുഷ്യരെ ഉപദ്രവിക്കുന്ന മതമാണെന്ന് പറയുന്നവരെ സ്പോട്ടിൽ തീർക്കണം. അല്ല, ഇവർ രണ്ടു കൂട്ടരും പിന്നെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് നിക്ക് അദ്ദേഹം ഒന്ന് പറഞ്ഞു തീരട്ടെ. ആരാണ് ഈ ഇടയ്ക്ക് നിന്ന് ഇദ്ദേഹത്തെ ബാലൻസ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞത് രണ്ടു കൂട്ടരെ കൊല്ലണമെന്നാ. ഇനി ഈ പറഞ്ഞതിൽ നിന്ന് ഇയാൾക്ക് ഒരു രക്ഷയുമില്ല. ഒന്ന്, ഇസ്ലാമിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ പോകുന്ന തീവ്രവാദികളെ കൊല്ലണം. 2, ജബ്ബാർ മാഷിനെയും ജാമിദായം പോലെയുള്ള ടീംസിനെ കൊല്ലണം. ഇതല്ലേ പറഞ്ഞേ? ഈ കൊല്ലണമെന്നല്ല, ഇല്ലാതെയാക്കണം. അല്ലല്ലല്ല, പറഞ്ഞത് മാറ്റി പറയരുത്. കൊല്ലണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ആ ഇസ്ലാം സമാധാനമാണെന്നാണ് നിങ്ങൾ ഇപ്പൊ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഈ തീവ്രവാദികൾ മനുഷ്യരെ കൊല്ലുന്ന ആളുകളെ കൊന്നീർക്കല്ലേ വേണ്ടത്? ആദ്യം കൊല്ലല്ലേ വേണ്ടത്? മനുഷ്യരെ പൊട്ടിത്തെറിക്കാം. പക്ഷെ എന്നാലും നമ്മുടെ മതം സമാധാനമാണല്ലോ അല്ലേ? നമ്മുടെ മതം സമാധാനമാണല്ലോ. അതെ അവരില്ലാതെ അതെ അതെ ഇപ്പൊ ഈ പൊട്ടിത്തെറിക്കുന്ന ആളുകൾ അതല്ല സുഹൃത്തെ, ആ റാഷിദ് അബ്ദുള്ള പറഞ്ഞത് അത് തന്നെയല്ലേ നിങ്ങളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത്? ഇത് തന്നെയല്ലേ ഖുർആൻ പറഞ്ഞതും? ഇത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നേ? റാഷിദ് അബ്ദുള്ള പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ എത്ര പ്രാവശ്യം എത്ര സ്കൂളിലോ അറബി കോളേജുകളിലോ പഠിക്കുന്നുണ്ട് ഇസ്ലാമും ഖുർആനും. ഞങ്ങളെ കൊല്ലണമെന്ന് ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ? ഞങ്ങളെ കൊല്ലണമെന്ന് ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ? നിങ്ങളാണ് ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ശരി 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 ശരി, ഞങ്ങൾ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? മോഡറേറ്റർ ഒരല്പ സമയം എനിക്ക് തരണം. നിക്കേ, ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? പുള്ളി അത് പറയാനുള്ള മുഴുവൻ പറഞ്ഞു നിർത്തട്ടെ. പറഞ്ഞു നിർത്തിയിട്ട് ജാമി ടീച്ചർ എടുക്കൂ പ്ലീസ്. മുഴുവൻ ഏർപ്പെട്ട മനുഷ്യരൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന ആളുകളെ ഇല്ലാതാക്കണം ഞാൻ പറഞ്ഞു. ഒന്ന് മറ്റതിന് കാരണമാകുന്ന ഇസ്ലാമിനെയും പ്രവാചകനെയും തെറി വിളിക്കുന്ന ആളുകളെ അവരെയും ഇല്ലാതാക്കണം. അവരെ നിയമത്തിലൂടെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഇവിടൊക്കെ പിന്നെ ഗൾഫിലൊക്കെ ഞാൻ ജീവിക്കുന്ന ഗൾഫിലൊന്നും പിന്നെ എന്താണ് ഒരു മത നേതാവിനെയും ഒരു പ്രവാചകനെയും ഒരു പിന്നെ എന്താണ് ദൈവത്തെയും അധിക്ഷേപിക്കാൻ പാടില്ല. എന്താണ് അത് കാരണം? അങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അറസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മതവികാരം മുരൾപ്പെടുത്തില്ല. അപ്പൊ പ്രശ്നങ്ങളില്ല. കാൽവെട്ടൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഇത്രയും തീവ്രം ചോദ്യം, ഈ പ്രവാചകനെ നിന്ദിക്കുന്നവരെ കൊലപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഈ പ്രവാചകൻ ചെയ്തതാണ് ഇസ്ലാം മതം. അപ്പൊ ഞങ്ങൾക്ക് ഇടയ്ക്ക് കയറല്ലേ പ്രവാചകൻ ചെയ്തതാണ് ഇസ്ലാം. അപ്പൊ ഞങ്ങള് ഇസ്ലാമിനെ പിന്നെ ഇപ്പൊ ഇസ്ലാം മതവിമർശനം നടത്തുന്ന പ്രവാചകനെ വിമർശിക്കാന്നുള്ളതാണ്. പ്രവാചകനെ വിമർശിക്കുന്നവരെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങളെല്ലാം കൊല്ലേണ്ടി വരില്ലേ? സുഹൃത്തുക്കൾ, നിങ്ങളല്ലേ ഇപ്പൊ പിന്നെ എന്താണ് താലിബാനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നത്? ഇപ്പൊ താലിബാനായിട്ട് ഫ്രണ്ട് അല്ലേ?
അപ്പോഴോ അവരൊന്നും പിന്നെ ഈ ഇസ്ലാമിനെ അനുകൂലിക്കുന്നവരല്ലേ? താലിബാനിസം എന്നൊക്കെ ഇതുവരെ പറഞ്ഞിരുന്ന ആളുകൾ എന്താ ഇപ്പൊ ചെയ്യുന്നത്? താലിബാൻ ഇവിടെ കൊടുത്തിട്ട് പിന്നെ വിദേശമന്ത്രി കൊടുത്തിട്ട് ഇപ്പൊ മോഡറേറ്റർ പ്ലീസ്, അദ്ദേഹത്തിനോട് ചില 1-2 കാര്യങ്ങൾ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഇനി ജാമില ടീച്ചർ പറയട്ടെ. 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് ചോദിച്ചാൽ മതി എനിക്ക് അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞത് റാഷിദ് അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ അവരെ കൊല്ലണമെന്നാ പറഞ്ഞത്. കാരണം അവര് തീവ്രവാദം പ്രചരിപ്പിക്കുന്നു, അവരെ കൊല്ലണം. അതായത് അവർ ഇസ്ലാമിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചവരാണ്. എന്നിട്ട് ഈ മതം സമാധാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മതത്തിൽ കൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ മതം തീവ്രവാദവും ഭീകരവാദവും പഠിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമതായിട്ട് കൊല്ലേണ്ടത് ജാമിദായുടെയും ജബ്ബാറിന്റെയും ടീമിനെയാണ് കൊല്ലേണ്ടത്. ജാമിദായെയും ജബ്ബാറിനെയും കൊല്ലണം. കാരണം അവര് പ്രവാചകനെ തെറി പറയുന്നു. പ്രവാചകനെ വിളിച്ച ഒരു തെറി കാണിച്ചാൽ ഈ സെക്കൻഡിൽ നമ്മൾ ഈ മതം തന്നെ അങ്ങ് ഈ ഇസ്ലാമിലേക്ക് അങ്ങ് വന്നേക്കാം. ശരി, ഞാൻ ചോദിക്കാം ചില കാര്യങ്ങള്. കോപത്തോടുകൂടി നോക്കി കാഫിറുകൾക്കെതിരെ പോരാടുന്നവനാണ് വിശ്വാസി എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 2901 ഹദീസിൽ താങ്കൾ ലക്നൌവിൽ പോയി പഠിച്ചു, കുവൈത്തിൽ പോയി പഠിച്ചു, 10 വർഷം താങ്കൾ കേരളത്തിൽ പഠിച്ചു. അത് കഴിഞ്ഞ് താങ്കൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അരച്ച് കലക്കി കുടിക്കാൻ താങ്കൾ വിദേശത്തൊക്കെ പോയി പഠിച്ചു എന്നല്ലേ പറഞ്ഞത്? ഇത്തരം വചനങ്ങളൊന്നും താങ്കൾ കണ്ടില്ലേ? ഞാൻ 6 ഹദീസ് ഗ്രന്ഥങ്ങളും പഠിച്ച ആളാ. ഖുർആനിന്റെ ഏകദേശം ഒരു 5ഓളം വ്യാകരണങ്ങൾ പഠിച്ച ആളാ ഞാൻ. അതിന്റെ പരിഭാഷകൾ വായിച്ച ആളാ ഞാൻ. അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 2901 2783 ഹദീസാണ് ഞാൻ പറഞ്ഞത്. തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന 3376 ഹദീസ് നോക്കിക്കോ. 24 പുസ്തകം ഹദീസ് നമ്പർ 10 ഖുർആൻ വാക്യം 9-ാം അധ്യായത്തിന്റെ 73 വചനത്തിന്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമോ? അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമോ? പോട്ടെ, ഇബ്നു അബ്ബാസ് എഴുതിയ ഇബ്നു അബ്ബാസിന്റെ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തില് തൻവീർ അൽ മിഖ്സാസ് എന്ന് പറയുന്ന ഗ്രന്ഥം താങ്കൾ കണ്ടിട്ടുണ്ടോ? ജലാലൈനി തഫ്സീർ താങ്കൾ കണ്ടിട്ടുണ്ടോ? ഇബ്നു കസീർ താങ്കൾ കണ്ടിട്ടുണ്ടോ? 9-ാം അധ്യായം സൂറത്ത് തൗബ 111 വചനത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ താങ്കൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ ലോക ജീവിതം പരലോകത്തിന് പകരമായി വിൽക്കാൻ തയ്യാറുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തേണ്ടത് എന്നാണ് 4-ാം അധ്യായത്തിലെ 74 വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അവിശ്വാസികൾക്കെതിരെ, അതായത് അമുസ്ലിങ്ങൾക്കെതിരെ ജിഹാദ് നടത്തണം എന്നത് ഇസ്ലാം മതസ്ഥർക്കുള്ള അള്ളാഹുവിന്റെ നിർബന്ധ കൽപ്പനയാണ് എന്ന് ഖുർആൻ 2-ാം അധ്യായം 216 വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിനെയും അവന്റെ ദൂതനായ മുഹമ്മദിനെയും എതിർക്കുന്നവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്ന് ഛേദിക്കണമെന്നും അവരെ കൊന്നുകളയണമെന്നും നാട് കടത്തണമെന്നും ഖുർആൻ 5-ാം അധ്യായം 33 വചനത്തിൽ അള്ളാഹു പറഞ്ഞു. ബഹുദൈവാരാധകരുമായി സഹവസിക്കുകയും അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നവൻ അവനെ പോലെ തന്നെയുള്ളവനാണെന്നും അവൻ കൊല്ലപ്പെടേണ്ടവനും വെറുക്കപ്പെടേണ്ടവനുമാണെന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന 2787 ഹദീസില് പ്രവാചകൻ പഠിപ്പിക്കുന്നു. വേദക്കാരിൽ, അതായത് യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ, ബഹുദൈവാരാധകർ, അവരുടെയൊക്കെ കൂട്ടത്തിൽ സത്യനിഷേധികളുണ്ട്. അവരൊക്കെ നരകത്തിലാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അക്കൂട്ടർ തന്നെയാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന് 98-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്നതു വരെ കാഫിറുകളോട് യുദ്ധം ചെയ്യണമെന്ന് നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന 3972 ഹദീസ്, 3973, 74, 75, 76, 77, 78, 79, 80, 82, 83 അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ വച്ചോണ്ടിരിക്കരുത് എന്ന് ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്ന 992 ഹദീസ്, അള്ളാഹുവിനെയും മുഹമ്മദിനെയും അംഗീകരിക്കാത്തവർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 25-ാമത്തെ ഹദീസ്, ജിഹാദിന് വേണ്ടി കാഫിറുകളെ, അതായത് അമുസ്ലിങ്ങളെ നിങ്ങൾ ഇല്ലാതാക്കണമെന്നും മുസ്ലിങ്ങളെ, വിശ്വാസികളെ പ്രേരിപ്പിക്കണമെന്നും പറയുന്ന എത്രയെത്ര ഹദീസുകൾ വേണം? അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ് ജിഹാദികൾ എന്ന് പറയുന്ന 2-ാം അധ്യായത്തിന്റെ 218, 3-ാം അധ്യായത്തിന്റെ 195, 4-ാം അധ്യായത്തിന്റെ 89, 100, 8-ാം അധ്യായത്തിന്റെ 74, 9-ാം അധ്യായത്തിന്റെ 20, 73, 81, 8-ാം അധ്യായം 39-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്നാ പറയുന്നത്. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഈ വേഷം കെട്ടി ഇസ്ലാം എന്താണ്, ഇതിന്റെ മാനവരാഹിത്യം എന്താണ്, ഇതിന്റെ ജനാധിപത്യ വിരുദ്ധതകളും അന്യമത വിരുദ്ധതകളും എന്താണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നതേ. നിങ്ങൾ പോയി കുവൈറ്റിൽ പോയി പാച്ചതുപോലെയല്ല.
നമ്മൾ ഇവിടെ തന്നെ പാച്ചാ മതി. ഈ പുസ്തകത്തിനകത്തുള്ളത് മൊത്തം ലക്ഷണമൊത്ത വർഗീയതയാ. അത് തന്നെയാണ് ഇപ്പൊ താങ്കളുടെ നാവിൽ നിന്നും വന്നത്. കാരണം പ്രവാചകനെ ചീത്ത പറയുന്നു, പ്രവാചകനെ നല്ലത് പറയാൻ എന്താണ് ഉള്ളത്? എന്ത് ചീത്തയാ പറഞ്ഞത്? സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഭാര്യമാരുണ്ടെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിലും ശരി, വഴി നടത്താൻ പറ്റാത്ത സ്ത്രീലമ്പടനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരുമല്ല, നൗഷാദ് ഹസനിയ, ഞങ്ങൾ ആരും പറഞ്ഞതല്ല. ഭാര്യയുടെ അഭാവത്തിൽ മറ്റൊരു പെണ്ണിനെ വിളിച്ച് പ്രവാചകൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞത് ഖുർആനാണ്. തഹരീം 1-ാമത്തെ വചനം. തഹരീം എന്ന് പറയുന്ന അധ്യായത്തിലെ 1-ാമത്തെ വചനത്തിൽ പറയുന്നതാ. അത് വെടിപ്പായി ജനങ്ങളോട് പറഞ്ഞു കൊടുത്തത് റഫീഖ് സലഫിയ, നമ്മളാരും അല്ല. സഫിയയുടെയും അതുപോലെ ഉമ്മു ഹറാമിയുടെയും പ്രവാചകന്റെ വഴിവിട്ട ജീവിതത്തെ കുറിച്ച് ഇവിടെ വിസ്ഡംകാരാണ് നമ്മുടെ എന്താണ് വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാളിൽ ഒരു പ്രോഗ്രാം വെച്ചിട്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. നമ്മളാരും അല്ല, ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര പേരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കും? ഈ ഗ്രന്ഥമുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ പഠിച്ചെന്ന്, കുവൈറ്റിൽ പോയും അവിടെ പോയും ഇവിടെ പോയും ഒക്കെ നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞില്ലേ? ആ ഗ്രന്ഥം എന്താണോ നിങ്ങളുടെ തലയില് ഏത് രൂപത്തിലാണോ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്, അതാണ് നിങ്ങൾ ഇപ്പോൾ നാവിലൂടെ ചർച്ചിട്ടത്. കൊല്ലണമെന്ന് പറഞ്ഞില്ലേ, ഇല്ലാതാക്കണമെന്ന് പറഞ്ഞില്ലേ? അവസാനം ആ കൊല്ലണം എന്ന വാക്ക് ഞങ്ങൾ പിടിച്ചപ്പോൾ താങ്കൾ നിയമം ഇതെന്താ ശരീഅത്ത് നിയമമുള്ള പാകിസ്ഥാനാണോ നിങ്ങൾ വിചാരിച്ചോ? ഇവിടെ നമുക്ക് പറ്റാത്ത ഒന്നിനെ, നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഏതൊന്നിനെയും വിമർശിക്കാൻ റൈറ്റ്സ് ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആദ്യം നിങ്ങൾ ചവിട്ടി നിൽക്കുന്നത് ഇന്ത്യയുടെ പൗരത്വമാണ് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. നിങ്ങളാ പറഞ്ഞത് എക്സ് മുസ്ലിങ്ങളെ കൊല്ലണമെന്ന്, നിങ്ങളാ പറഞ്ഞത് മതം വിട്ടവരെ കൊല്ലണമെന്ന്, മതത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നവരെ കൊല്ലണമെന്ന്. ഈ മതത്തെ കുറിച്ച് പറയാൻ, ഈ പ്രവാചകനെ കുറിച്ച് പറയാൻ, ഈ ഗ്രന്ഥത്തെ കുറിച്ച് പറയാൻ എന്ത് നന്മയാണുള്ളത്? നിങ്ങളൊരു 10 നന്മകൾ ഒന്ന് പറ പ്രവാചകനെ പറയാൻ പര്യാപ്തമായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആയുധം കിട്ടിയാൽ നിങ്ങൾ കൊല്ലുമല്ലേ? നരേന്ദ്രമോദി ആയിരുന്നില്ല ഈ രാജ്യം ഭരിക്കുന്നതെങ്കില് ഇപ്പൊ അഫ്ഗാനിലും താലിബാനിലും ഒക്കെ ഇറങ്ങി തിരിച്ചതുപോലെ നിങ്ങൾക്ക് ഒരു കയ്യിൽ ഗ്രന്ഥവും മറുകൈയിൽ വാളും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇറങ്ങി തിരിക്കാമായിരുന്നല്ലേ? അതിന് പറ്റാത്തതിന്റെ ചുരുക്കാണ് ബ്രിട്ടീഷുകാരന്റെ തലയിൽ കൊണ്ടിട്ടിട്ട് നിങ്ങൾ ആ ഫ്രസ്ട്രേഷൻസ് ഒന്ന് ഇറക്കി വെക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാകിസ്ഥാൻ വിഭജനം ബ്രിട്ടീഷുകാരാന്ന് പറഞ്ഞു. ഈ പാകിസ്ഥാൻ വിഭജനം ആ പുള്ളിനെ ഇത്ര ആക്രമിച്ചിട്ട് പുള്ളിക്ക് മറുപടി ഒരു അവസരം കൊടുക്കും. അല്ല ഒരു വാക്ക് പറഞ്ഞു, ഞാൻ നിർത്തിക്കോളാം. ഒറ്റ വാക്കുണ്ട്. അതായത് റഹ്മത്ത് അലി എന്ന് പറഞ്ഞ ആള് ബ്രിട്ടീഷുകാരനാണോ എന്ന് അയാളൊന്ന് അന്വേഷിച്ചാൽ ഓക്സ്ഫോർഡിൽ പഠിച്ചോണ്ടിരുന്നത്. അത്രയും അയാൾ ഒന്നാമത് മദ്രസയിൽ പോയിട്ട് കാര്യമില്ല, വല്ല പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അതിന്റെ കുറവുണ്ടായേക്ക്, അതാ പ്രശ്നം. താങ്ക് യു. അങ്ങനെ പറയാം മറുപടി. എന്താണ് ഉസ്താദുമാരിൽ നിന്നും അതിന്റെ ശരി ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള എത്ര ഇങ്ങനെയൊക്കെ ഈ ഖുർആനിലും ഹദീസിലൊക്കെ ഉണ്ടോ? പ്രശ്നം ഇവിടെ ഉസൂൽ അറിയില്ല, അടിസ്ഥാനം എന്താണെന്ന് അറിയാതെ ഈ ജാമിദ ടീച്ചർ കുറെ അവിടെ പല ക്ലിപ്പുകൾ കിട്ടും, കുറെ ആയത്തു അജീദൊക്കെ ഓതി. പക്ഷെ ഈ ആയത്തു അജീദൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മുടെ കേരള നേതൃത്വ മുജാഹിദിന്റെ നേതാക്കള്, ഹുസൈൻ മടവൂര്, അതുപോലെ തന്നെ പിന്നെ നേതാക്കളൊക്കെ നമ്മളെ ആലിക്കുട്ടി ഉസ്താദ്, പിന്നെ ഇവിടെ നമ്മളെ സമസ്തയുടെ നേതാക്കളുണ്ട്, സമസ്തയുടെ. അവരൊന്നും ഈ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നില്ല, പറയുന്നില്ല. ഈ ഹദീസൊന്നും അവർ കാണാത്ത, അവര് പഠിപ്പിച്ചെടുക്കുന്നതല്ലേ? അവർ ഈ രൂപത്തിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതാണ് അടിസ്ഥാനം അറിയില്ല. കുറെ കുളകുളോ അവിടെ നിന്ന് ഇവിടുന്ന് വായിച്ചെടുത്ത് പിന്നെ ക്ലിപ്പ് ഇട്ടിട്ട് എന്താണ് കാര്യം? അടിസ്ഥാനം എങ്ങനെയാണ് പിന്നെ ഹദീസുകളെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ആയത്തുകളെ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും അടിസ്ഥാനം ഉസൂല് എന്ന് പറയും. ഉസൂൽ അറിയാതെ കുളുകുളു എവിടെയെങ്കിലൊക്കെ വായിച്ചിട്ട് പിന്നെ അതാണ് പൊട്ടിത്തെറിച്ചാൻ പോയിക്കോ. എന്നിട്ട് ഇജാൻ പൊട്ടിത്തെറിച്ചാ ഞങ്ങൾ എത്ര കാലമായി ഇവിടെ ഇതൊക്കെ പഠിപ്പിക്കുന്നു, പിന്നെ നിസ്കരിക്കുന്നു, നോമ്പ് വെക്കുന്നു. നീ അങ്ങോട്ട് പിന്നെ ഇതാണ് പ്രശ്നം. ഇവൾക്ക് ഇതൊക്കെ മനസ്സിലാക്കിയത്, ഇങ്ങനെ മനസ്സിലാക്കിയ ഇസ്ലാമിനെ ഉപേക്ഷിക്കൂലേ? കാരണം മാനവരാശിക്ക് തന്നെ അപകടല്ലേ? ഇതാണ് ഈ ജബ്ബാർ മാഷിയുടെയും ഒക്കെ പ്രശ്നം. ഇവർക്ക് പ്രശ്നമാണ്, ഈ മുജാഹിദിന്റെ പ്രശ്നമാണ്, സലഫികളുടെ. ഈ സലഫികളിൽ നിന്ന് ഒരു വിഭാഗം പിന്നെ തീവ്രവാദത്തിലേക്കും പോയി, ഒരു വിഭാഗം ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്നതിലേക്കും പോയി. അതിലൊന്നാണ് ഈ ജാമിദ ടീച്ചറൊക്കെ, ഈ പിന്നെ പറഞ്ഞ യൂബി നവാസ്. ഈ യൂബി നവാസൊക്കെ ISM-ന്റെ നേതാവായിരുന്നു, പ്രവർത്തകരായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ പിന്നെ നമ്മളെ മാഷുണ്ടല്ലോ, ആ മാഷും പിന്നെ സലഫി ആയിരുന്നു ഒരു കാലത്ത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തു തന്നത്, ഞങ്ങൾക്ക് ഈ ഫ്രീ തിങ്കിങ്ങിന്, സ്വതന്ത്ര ചിന്തക്ക് ഞങ്ങൾക്ക് പ്രേരണ നൽകിയത് സലഫിസമാണ്, അല്ലെങ്കിൽ മുജാഹിദാണ്, മുജാഹിദ് പിന്നെ പാർട്ടി പ്രസ്ഥാനമാണ്. അവരോട് ഞങ്ങൾക്ക് പിന്നെ കടപ്പെട്ടിരിക്കുന്നു, നന്ദിയുണ്ട്. ഈ സലഫിയിൽ നിന്ന് പിന്നെ വഴിതെറ്റിപ്പോയ 2 വിഭാഗമാണ്. ഒന്ന് തീവ്രവാദത്തിലേക്ക് പോയി, അതാണ് പിന്നെ അൽ-ഖായിദ. പിന്നെ സൗദിയിൽ നിന്ന് പോയത് അൽ-ഖായിദ. ഈ സൗദിയൊക്കെ ഈ അൽ-ഖായിദ നേതാവിനെ ബിൻ ലാദനൊക്കെ പുറത്താക്കിയാണ്.
അവിടെ മുഫ്തി ഉണ്ടായിരുന്നില്ലേ, മുഫ്തി അഹമ്മദ് ജനറൽ മുഫ്തി ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ ഇങ്ങനെ കണ്ടവരൊക്കെ വെട്ടി സ്ഫോടനം നടത്തണമെന്ന് പറയുന്നുണ്ടാ? ഇതാണ് വിഷയം. ഇവർക്ക് ഉസൂൽ അറിയില്ല, അടിസ്ഥാനം അറിയില്ല. എങ്ങനെയാണ് ഹദീസിനെ മനസ്സിലാക്കേണ്ടത്, ആയത്തിനെ മനസ്സിലാക്കേണ്ടത്. എവിടെയെങ്കിലും ഒരു ക്ലിപ്പ് കാണുമ്പോഴേക്കാണ് അവർ പൊട്ടിത്തെറിക്കണം. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇസ്ലാമിനെ പഠിച്ചത്? അതാണ് സോഴ്സ് എന്ന് പഠിക്കണ്ടേ? ഒരു മിനിറ്റ് ഞാൻ പഠിച്ചത് ഇദ്ദേഹം എനിക്കൊരു ചോദ്യം ഒരു മിനിറ്റ് എനിക്ക് അദ്ദേഹത്തിന് മറുപടി കൊടുക്കട്ടെ. ഇദ്ദേഹം ഈ പറഞ്ഞ ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. ആ സ്ഥാപനത്തിലെ മലപ്പുറത്ത് മഞ്ചേരി എടവണ്ണയിൽ സ്ഥിതി ചെയ്യുന്ന ജാമിയ നദവിയ അറബിക് കോളേജില് ഇദ്ദേഹം ഈ പറഞ്ഞ പുരോഹിതന്മാരുടെ അണ്ടറിൽ ഈ ഉസൂലുൽ ഹദീസും ഉലൂമുൽ ഖുർആനും പഠിച്ചിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹദീസിനെ സംബന്ധിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയോ? ഏതെങ്കിലും ഒരു ഖുർആൻ വചനം അതല്ല അർത്ഥം എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റിയോ? ഇദ്ദേഹത്തിന്റെ വാചകത്തിലുണ്ട് ഇദ്ദേഹത്തിന്റെ സംസ്കാരം എന്താണെന്ന്. ആദ്യം തന്നെ ഇദ്ദേഹം പറഞ്ഞത് കാമിത എന്നാണ്. അപ്പോ നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല, നിന്റെ ഉമ്മയുടെ കാമമാണ് നീ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യത്തെ കാമിത ആരാ? നിന്റെ ഉമ്മയാ. നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും അത് ഉണ്ടായത് കൊണ്ടാണ് നീ എന്ന പ്രോഡക്റ്റ് ഉണ്ടായത്. അഡ്മിൻ അത് ഇടപെടേണ്ടതായിരുന്നു, ഇടപെട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തെണ്ടികൾ എന്ന് നീ പറഞ്ഞു. ആരാടാ തെണ്ടി? നബിയേക്കാൾ വലിയ തെണ്ടി ആരാടാ ഉണ്ടായിരുന്നത്? ജൂതനെ തെറി പറഞ്ഞിട്ട് ജൂതനോട് കൊണ്ടുപോയി പടച്ചട്ട പണയം വെച്ച് അപ്പൊ ആരാന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി തിന്ന് ജീവിച്ച ആളാണ് പ്രവാചകൻ എന്ന് ഞാൻ ഖുർആൻ കൊണ്ട് തെളിയിച്ചു തരട്ടെ. സാധാരണക്കാരെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ട് അതിന്റെ 1/3 കൊള്ളയടിച്ച് അങ്ങനെ തിന്നിരുന്ന ആളാണ് പ്രവാചകൻ എന്ന് ഖുർആൻ കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം. അപ്പോ ഈ ഖുർആൻ വാചകങ്ങളുടെ ബേസ് എന്താണ്? അത് ഉലൂമുൽ ഖുർആനിൽ നിന്നാണ് വരുന്നത്. ഹദീസുകളുടെ ബേസ് എന്താണ്? അതെ, തഹസ്സുൽ ഹദീസ് ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടാ. ഉസൂലുൽ ഹദീസ് ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടാ. അതിന്റെ സനദും അതിന്റെ മൻഹജും ഒന്നും നമ്മളെ പഠിപ്പിക്കണ്ട. അതൊക്കെ ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ അബൂദാവൂദിലെയോ തിർമുദിയിലെയോ നസായിലെയോ ബുഖാരി മുസ്ലിം ഇതിലേതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ഹദീസെങ്കിലും അതിന്റെ ബേസ് അല്ല എന്നോ അത് സനദ് ഒത്തിട്ടില്ലെന്നോ താങ്കൾ ഒന്ന് തെളിയിക്ക്. ഞാൻ പറഞ്ഞല്ലോ, വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണ് ഇസ്ലാം. ഹദീസുകളല്ലേ പറഞ്ഞത്? ഒന്നും വേണ്ട, 9-ാം അധ്യായം എടുക്ക്, 111-ാമത്തെ വചനത്തിന്റെ ഉലൂമുൽ ഖുർആൻ നിങ്ങളൊന്ന് എടുത്തേ. അതിന്റെ ബേസ് നിങ്ങളൊന്ന് തപ്പിച്ചകഞ്ഞ് നിങ്ങളൊന്ന് കൊണ്ടുവന്നേ. ഞാൻ ഈ പറഞ്ഞതൊന്നും പറയാനില്ലാതെ, ഒരൊറ്റ മറുപടി പോലും പറയാനില്ലാതെ തെണ്ടികളെന്നും അവളെന്നും ഇവളെന്നും ഒക്കെ ഇതൊക്കെ ആദ്യം നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയോട് പരിശീലിച്ച രീതിയാണിത്. ഒന്ന്. രണ്ടാമത്, നിന്റെ മതം നിന്നെ പഠിപ്പിച്ച സംസ്കാരമാണത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ അവരോട് ഏത് രൂപത്തിലാണ് സംസാരിക്കേണ്ടത്? ഒരു വിമർശനമാണെങ്കിലും ശരി, ഒരു എതിർകക്ഷി ബഹുമാനമൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ക്ലബ് ഹൗസിൽ ഡിബേറ്റുമായിട്ട് പോകുന്നത് മുന്നോട്ട്. അല്ലാതെ തുടക്കം തന്നെ അയാൾ കാമിത എന്ന് പറഞ്ഞു വന്നപ്പോഴും അവള് ഇവള് തെണ്ടി, അതിലുണ്ടടാ നിന്റെ മതം എന്താണ് നിന്നെ പഠിപ്പിച്ചതെന്ന്. നിന്റെ മതം നിന്നെ പഠിപ്പിച്ച സംസ്കാരം അതിനകത്തുണ്ട്. പിന്നെ ഇയാൾ പറഞ്ഞു ഞാനും ഇതേ തീവ്രവാദം തന്നെ പഠിപ്പിച്ചിരുന്നു. ഇല്ലടാ, ഇത് തീവ്രവാദമാണ് എന്ന് മനസ്സിലായപ്പോൾ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് ഇത് വലിച്ചെറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാകുമോ? ആകത്തില്ല. കാരണം എന്താ? ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഭീകരമായിട്ടുള്ള മാരകമായിട്ടുള്ള വിഷമാണ്. താങ്കൾ ഖുർആൻ പഠിച്ചെന്ന് പറഞ്ഞല്ലോ. ഖുർആനുമായിട്ട് താങ്കൾ ഒരു ചർച്ചയ്ക്ക് ഇരിക്കാമോ? ഇപ്പൊ ഇരിക്കാം, ഞാനിപ്പോൾ റെഡിയാണ്. ഈ ഖുർആൻ ലക്ഷണമൊത്ത വർഗീയത പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണെന്നും യുദ്ധവും കൊള്ളയും കൊലയും ബലാത്സംഗവും അന്യമത വിരോധങ്ങളും ചോരക്കൊതയും മാത്രമാണ് ഈ ഗ്രന്ഥത്തിലുള്ളതെന്ന് ഞാൻ തെളിയിക്കാം. ഖുർആൻ വചനങ്ങൾ വെച്ച് തന്നെ തെളിയിക്കാം. താങ്കൾ ഇരിക്കുമോ? താങ്കൾ അതിന് തയ്യാറാകുമോ? താങ്കൾ ഉലൂമുൽ ഖുർആൻ പഠിച്ചതല്ലേ? താങ്കൾ ഉസൂലുൽ ഹദീസ് പഠിച്ചതല്ലേ? ശരി, അതൊക്കെ ചെകഞ്ഞെടുത്തോണ്ട് വാ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് അത് ബോധ്യപ്പെടുത്തി തരാൻ ഒരു അവകാശം, ഒരു സാവകാശവും ഒരു അവസരവും കൂടിയല്ലേ കിട്ടിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ റൂമില് ജാമ്യത്തിൽ ഇത്ര വിഷമം തോന്നരുത്. നമ്മളിവിടെ മനുഷ്യരെ നമ്മള് ഇത് ചെയ്യില്ല. നമ്മൾ തെറിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇടപെടാം. അല്ലാണ്ട് ഇപ്പൊ അത്ര അങ്ങനെ നമ്മൾ പിടിക്കുന്നില്ല കേട്ടോ. സോറി, സ്ത്രീ നിങ്ങളെന്നോ നീ എന്തായാലും വിളിച്ചത് അങ്ങനെ നമ്മൾ ഇടപെടാൻ നോക്കിയ ഈ ക്ലബ് ഹൗസിൽ ചർച്ചയാണ്. ക്ഷമിക്കുക കേട്ടോ. അത് എന്ന് വിളിച്ച് നമ്മളത് ശ്രദ്ധിച്ചില്ല.
നമ്മൾ ശ്രദ്ധിച്ചില്ല. അത് അങ്ങനെയല്ല, ആദ്യം തെണ്ടികളെന്ന് പറഞ്ഞു, കാമിത എന്ന് വിളിച്ച പിന്നെ ഞാൻ കേട്ടു. ആദ്യം കാമിത തെണ്ടികളെന്ന് എന്ന് ഞാൻ പറഞ്ഞു, കേട്ടു. തെണ്ടികളെന്ന് പറഞ്ഞു, കാമിത എന്ന് പറഞ്ഞു, അവളെന്ന് പറഞ്ഞു, ഇവൾ, അങ്ങനെയൊക്കെ പറഞ്ഞേള്. ആ ഇപ്പൊ ഈ ക്ലബ് നിങ്ങൾക്ക് ഹൗസിൽ മറുപടി കൊടുക്കാനുള്ള നമ്മളെ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇടപെടാത്തത്. തന്നെയല്ല നിങ്ങൾ നല്ല രീതിയിൽ മറുപടി പറഞ്ഞല്ലോ. നമ്മള് ഈ ക്ലബ് ഹൗസിൽ സംസ്കാരം കൂട്ടിയാൽ മതി. അത് അവരവരുടെ സംസ്കാരം പഠിച്ചിട്ടിറങ്ങിയവർ അകത്തോട്ടുള്ള പ്രശ്നമായിട്ടിരിക്കുന്നത് കുഴപ്പമില്ല. ക്ഷമിച്ചാൽ നേരത്തെ അബ്ദുൾ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് പ്ലീസ്. അതായത് അബ്ദുൾ പറഞ്ഞത്, അബ്ദുൾ 2 മതപണ്ഡിതന്മാരുടെ പേര് പറഞ്ഞു, ജാമ്യ ടീച്ചർ എടുത്ത് പറയുകയും ചെയ്തു. ആ മതപണ്ഡിതന്മാർ അങ്ങനെ പഠിപ്പിച്ചില്ല എന്നാ പറയുന്നത്. നമ്മൾ ഈ ഐസിസിന്റെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഇവരുടെ തീവ്രവാദ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അകത്ത് നിന്നല്ല പുറത്തു പോയി, ഇത് ശ്രദ്ധിച്ചേക്കുക, പുറത്തു പോയി പഠിച്ചവരും പുറത്തു നിന്ന് ട്രെയിനിങ് കിട്ടിയവരുമാണ്. ഏറ്റവും ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ അബട്ടാബാദിൽ വെടിയേറ്റ് മരിച്ച ബിൻ ലാദൻ ഒരു ട്രെയിനർ ആയിരുന്നു. പല സ്ഥലങ്ങളിൽ തീവ്രവാദികളെ ട്രെയിനിങ് ചെയ്യാൻ പോകുന്ന ചെറുപ്പത്തിലെ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനർ ആയിരുന്നു. അപ്പൊ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, താങ്കൾ പഠിച്ച ഉസ്താദും പഠിപ്പിച്ച ഉസ്താദുമാരൊക്കെ മാറും. ഈ വിഷയം അവർക്ക് പറ്റുന്ന രീതിയിൽ വേരോട്ടമുള്ള നിലയിൽ, ഫലപുഷ്ടിയുള്ള നിലയിൽ, ആളെണ്ണത്തിലും കൂടുതൽ വരികയും നിയമ സംവിധാനത്തിൽ അവരുടെ ആളുകൾ എത്തുകയും ചെയ്യുമ്പോൾ ട്രെയിനിങ് കൊടുക്കുവാൻ താങ്കൾ പറഞ്ഞ ലിബറൽ ഉസ്താദുമാരല്ല, അവരെയൊക്കെ കവച്ചു വെക്കുന്ന ആളുകൾ ഇവിടെ വരും. അവരെ ട്രെയിനിങ് കൊടുക്കും. ഇവിടെ നിന്ന് ഇത്തരം ആളുകളെ ട്രെയിൻ ചെയ്ത് എടുക്കുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, NIA ഇപ്പൊ ഈ പറഞ്ഞ 100 പേരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇടാതിരിക്കുകയും ഇവരുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ 100 എന്നുള്ളത് എത്ര ആയിരങ്ങൾ ആകുമായിരുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. അതുകൊണ്ട് അബ്ദുളിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ പച്ചയ്ക്ക് വന്നിരുന്ന് ഇവിടെ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ ഇവിടെ യുക്തിയും ബുദ്ധിയുമുള്ള ആളുകളുണ്ട്, അവരിതിനെ വേർതിരിച്ചെടുക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അബ്ദുൾ പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ധൈര്യമായി കയറി വരാം. ഇവിടെ അയാൾ പഠിച്ചതിനേക്കാളും നല്ല പള്ളിക്കൂടത്തിൽ പഠിച്ച ജാമ്യ ടീച്ചറോട് ഇരിപ്പുണ്ട്. അവരെ പോലെ അത്രയും പഠിപ്പും ഗൗരവമുള്ള ആരും എന്തായാലും താഴെ ഈ സ്പീക്കർ പാനലുകളിൽ വന്നിരുന്ന് പോകുന്ന ക്ലബ് ഹൗസിലുള്ള ഒരുത്തനും ഇല്ലല്ലോ. അവര് ടീച്ചറായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ ആഴത്തിൽ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ വന്ന് സംസാരിക്കുന്നതിനെ നിങ്ങളെ സംശയം തീർക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ആക്ച്വലി നിങ്ങളുടെ സംശയം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലം. അവർ പഠിച്ചവരാ, മനസ്സിലായോ? നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കൂ എന്നല്ലേ പറയുന്നത്. പഠിച്ച ആളിവിടെ ഉണ്ട്, വന്ന് സംസാരിക്കൂ. അല്ലാതെ ഒളിച്ചിരുന്ന് വാളത്തിന് ചീത്ത വിളിക്കാതെ കയറി വാ. ഓക്കെ, പ്രിൻസിപ്പൽ എന്നെ എന്റെ ഹടാതാകർപ്പിച്ചിട്ട് കൊല്ലണ്ട, ഇല്ലാണ്ടാക്കിയാ മതി എന്നുള്ള ആ ഒരു ഡയലോഗ്. അല്ല, അത് പറയാൻ വിട്ടു കേട്ടോ. അതായത് അയാൾ പിടിച്ചിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക, കൊല്ലണ്ട, ഇല്ലാതാക്കിയാൽ മതി. അജി ബ്രദറെ, അയാളുടെ വായിൽ നിന്ന് അത് അപകടം പിടിച്ച ആ സാധനം നമ്മൾ എക്സ്പോസ് ചെയ്യാം. അതായത് അയാൾ വളരെ തഞ്ചത്തിൽ സംസാരിച്ച് വന്നിട്ട് അയാളുടെ ഉള്ളിരിപ്പ് വെളി വന്നു. ഇത് തന്നെയാണ് മീശയില്ലാത്ത താടി, പന്നല താടി മാത്രമുള്ള ഒരു 19 വയസ്സായ ചെറുപ്പക്കാരൻ 1 മാസം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: അത്തരത്തിൽ നബി നിന്ന് നടത്തുന്നവരെ, പ്രവാചക നിന്ന് നടത്തുന്നവരെ കൊല്ലണം, എങ്കിലും എനിക്കതാണ് ഇഷ്ടം, എങ്കിലും ഇന്ത്യയിൽ കോടതി ഇടപെട്ട് അത്തരം ആളുകളെ കൊല്ലുന്ന ശിക്ഷ കൊണ്ടുവരണം, അതുകൊണ്ട് ഇത് കാണുന്നവർ ഇത് പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് പറയണം. അപ്പോഴാണ് ഈ 50 വയസ്സുള്ള ഇയാൾ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് പച്ചയ്ക്ക് പറയുകയാണ് അവരെ തട്ടണം എന്ന് പറയുകയാണ്. മനസ്സിലായി? 2 വിഭാഗക്കാരെയും തട്ടണം. അതായത് ബാലൻസിന് വേണ്ടിയിട്ടാണ് അയാൾ മറ്റേ തീവ്രവാദികൾ എടുത്തത്. അല്ലെങ്കിൽ ഇയാളുടെ ആൾക്കാരുടെ കൂടെ ആയിരുന്നെങ്കിൽ ഇയാള് തീവ്രവാദികളുടെ കാര്യം പറയില്ല, മറിച്ച് ജാമ്യ ടീച്ചറും നമ്മുടെ ജബ്ബാർ മാഷിനെയും മാത്രം പറയും, അല്ലെങ്കിൽ അവരടങ്ങുന്ന സംഘത്തെ, യുക്തിവാദ സംഘത്തെ മാത്രം പറയുന്നത്. അതെങ്ങനെ ഇരിക്കുന്നു? അബ്ദുള്ള ആജിബ് പറഞ്ഞ വളരെ മാന്യനായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ആളെന്നാ പറഞ്ഞു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ജെനുവിൻ ആയിട്ടുള്ള ആളിന്റെ വായി നിന്ന് കേട്ടോ ആജിബ് ബ്രദറെ, ഇത് അപകടം തന്നെയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ഇവരുടെ എല്ലാം ഉള്ളിലുണ്ട്. ഓൾ ആർ സ്ലീപ്പർ സെൽസ്. നമ്മുടെ ഗുഡ്രീക്ക് ഉണ്ട്, ഗുഡ്രീക്ക് പറയട്ടെ. ഗുഡ്രീക്ക് ഇല്ലെങ്കിൽ ലൂസിഫർ ഉണ്ട്. താങ്ക് യു. നല്ല ചർച്ച നടക്കുന്നത്. ബാക്കി നമുക്ക്, ഞാൻ ഒത്തിരി ദിവസമായിരുന്നു, ഫ്രീ അല്ലായിരുന്നു, ഏതായാലും ദിവസമായി ചർച്ച നടത്തി. ഗുഡ്രീക്ക് പറയും. ഗുഡ്രീക്ക് ഇല്ലെങ്കിൽ ലൂസിഫർ, ലൂസിഫർ ഇല്ലെങ്കിൽ നമുക്ക് ഫിഫ്റ്റിലാസ. ഇങ്ങനെ ഒരു ചർച്ച നടത്തിയ അജി ബ്രദറിന് അഭിനന്ദനങ്ങൾ. ഇനി പറ്റുമെങ്കിൽ മാത്രം മതി, ജാമിദ മാഡത്തിന്റെയും അജി ബ്രദറിന്റെയും യൂട്യൂബ് ചാനലിൽ ഇതൊന്ന് പബ്ലിഷ് ചെയ്യണം, നമ്മുടെ ഇന്നത്തെ ഈ ഗ്രൂപ്പ്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. നമ്മുടേത് ലൈവാണ്, നമ്മുടേത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക. 33,000 ആളുകൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞു, ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. പറയാൻ തുടങ്ങുന്നു. സിബിയുടെ സ്പീച്ച് കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സിബി ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊല്ലണ്ട, ഇല്ലാണ്ടാക്കിയാൽ മതി എന്നുള്ള, അത് സിനിമയിലും എല്ലാം കൊടുക്കാൻ നല്ല ഡയലോഗ് കേട്ടോ. നമ്മുടെ ഈ കേൾപ്പിക്കാമായിരുന്നു, വിക്ടർ കേൾപ്പിച്ച ക്ലിപ്പ് പച്ചയ്ക്ക് കേൾപ്പിച്ചുവിടണം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഇവരുടെ പൊതു സ്വഭാവം എന്താണ്, ഇവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. മറ്റേ അജിബ്രദറെ, മറ്റേ ഒരു ഡയലോഗ് ഇല്ല, നടേശ കൊല്ലണ്ട,
അതെ അല്ല ടീച്ചർ ഈ പറഞ്ഞ ടീച്ചർ സംസാരിച്ച് തുടങ്ങിയത് മുതൽ ലൈവ് ഉണ്ടോ? അയാൾ സംസാരിച്ചൊക്കെ ലൈവ് കേൾക്കാൻ പറ്റുമോ ആൾക്കാർക്ക്? ഞാൻ കേറിയത് തന്നെ ഞാൻ ലൈവിൽ ഇരുന്നപ്പോ ജസ്റ്റ് ഒന്ന് വന്നപ്പോഴാണ് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച നടക്കുന്നത് കണ്ടത്. അപ്പൊ ഞാൻ എന്റെ ലൈവിൽ ആൾക്കാരോട് പറഞ്ഞപ്പോ അവർക്ക് വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അതൊന്ന് കേൾക്കണം. കാരണം ഇയാളൊക്കെ വളരെ പീസ്ഫുൾ ആയി സംസാരിക്കുന്ന ആളാണെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. ഇയാളൊക്കെ ഒരു മോഡറേറ്റ് മുസ്ലിമിന്റെ തലത്തിലുള്ള ആളാണെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷെ ഇയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണെന്നുള്ള ആളുകൾ കേൾക്കട്ടെ. അതിനുപരി അയാൾക്ക് വേറെ ബ്രിട്ടീഷുകാർ വന്ന് അയാൾ പറഞ്ഞിട്ടില്ലേ ബ്രിട്ടീഷുകാരാണ് മൊത്തം ഇവിടെ ഈ ലോകത്ത് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയത്. റഹ്മത്ത് അലി എന്ന് പറയുന്ന കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിച്ച ഇന്ത്യക്കാരനാണ് ആദ്യമായിട്ട് ഈ പാകിസ്ഥാൻ വിഭജിക്കണം എന്നുള്ള ആവശ്യം എഴുതിയ ആള്. അവരറിയോ? എന്നിട്ടാണ് അത് ബ്രിട്ടീഷുകാരുടെ ആവശ്യമല്ലായിരുന്നു. റഹ്മത്ത് അലി എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ഇടയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്നും അതുകൊണ്ട് അവർക്ക് വേറെ രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടു പോകുന്നതിന് 30-35 വർഷം മുമ്പാ. അപ്പൊ അതയാൾക്ക് അറിയത്തില്ല. എന്നിട്ട് ബ്രിട്ടീഷുകാരാണ് ഇത് വിഭജിക്കണം എന്ന് ആവശ്യപ്പെട്ട ആരൊക്കെയാ? അപ്പൊ അതുകൊണ്ട് ഈ സൈസ് ഊളത്തറൊക്കെ പറഞ്ഞു നടക്കാതെ വല്ല പൊത്തും പോയി പഠിക്കാൻ പറയാനുള്ളൂ. താങ്ക് യു. നമുക്ക് അടുത്ത ആളോട്ടൊന്ന് പോയാലോ? അടുത്തത് നമ്മുടെ മന്നാടിയാർ എന്ന് സംസാരിക്കും. മന്നാടിയാർ സാർ. ഓക്കെ, നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് കണ്ട പഹൽഗാം, ഇപ്പൊ ഈ ഡൽഹിയിൽ നടന്നതല്ല, അതിനു മുമ്പ് പഹൽഗാം ഭീകരാക്രമണം നമ്മളെ വേറൊരു തരത്തിലാണ് ഞെട്ടിച്ചത്. കാരണം ആദ്യമായിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഭാരതത്തിലെ മതം ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ഒരു കൊലപാതകം, കലിമ ചൊല്ലിച്ചുകൊണ്ടും അവരുടെ അടിവസ്ത്രം അഴിച്ചു നോക്കിക്കൊണ്ടൊക്കെ ഉള്ള ഒരു കൊലപാതകം. യാദൃശ്യമായിട്ട് അത് വളരെ വർഷങ്ങൾക്ക് ശേഷം തന്നെ പറയാം, ഭാരതത്തിൽ അതൊരു ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ഒരു ഭീകരാക്രമണം തന്നെയാണ്. ഇപ്പൊ നടന്നിരിക്കുന്നതിന്റെ പ്രത്യേകത, ഇതിലെ എന്താ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സമൂഹത്തില് അല്ലെങ്കിൽ മതത്തിൽ തന്നെ വളരെ ഉന്നത കുലങ്ങളിൽ ജീവിക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിനെല്ലാം ഓരോരോ അവരുടേതായിട്ടുള്ള ആ തീവ്രവാദത്തിന്റെ ശൈലി അപ്ലൈ ചെയ്യുന്നതിന് കൃത്യമായിട്ട് അവർ ഓരോരോ മേഖലകളിൽ അതിന്റെ ഉയർച്ച കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏതെല്ലാം തലങ്ങളിലാണോ ഭാരതത്തില് പ്രത്യേകിച്ച് ഇത്രയും സ്റ്റേറ്റുകൾ, അവിടെ എവിടെ ഏത് മേഖലയിൽ വേണമെങ്കിലും എപ്പോഴും ഒരു ബൈ ഇലക്ഷൻ അടക്കമുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. അപ്പോ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം പ്ലാൻ ചെയ്യുന്നു. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലബ് ഹൗസ് അടക്കമുള്ള മേഖലകളിലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ എല്ലാ മേഖലകളിലും തന്നെ കൃത്യമായിട്ട് ഇതിന്റെ ഒരു റൈറ്റപ്പ് നമ്മളെ ഈ നാട്ടിലെ തീവ്രവാദികൾക്ക് ലഭിക്കുകയാണ്. പാകിസ്ഥാനിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകരാജ്യങ്ങളുടെ ഏതെങ്കിലും മേഖലകളിലാണോ ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും അൽ ഖ്വയ്ദ പോലെയുള്ള കേന്ദ്രങ്ങളിലാണ് ഇതിന്റെ പ്ലാനിങ് നടക്കുന്നത് എങ്കിലും കൃത്യമായിട്ട് ആ പ്ലാനിങ് ഇവിടെ നടക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ ന്യായീകരിക്കാനുള്ള ക്യാപ്സൂളുകളും നമ്മളെ ഭാരതത്തിലെത്തുകയാണ്. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ അവിടെ പൊട്ടിത്തെറി നടക്കുമ്പോൾ തന്നെ ആ പൊട്ടിത്തെറിയുടെ സന്ദേശം കൃത്യമായിട്ട് ഇപ്പുറത്ത് മറ്റൊരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ കരങ്ങളിലേക്ക് ആ സന്ദേശത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിനെതിരെയും ഇവിടുത്തെ മറ്റാളുകൾക്കെതിരെയും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാപ്സൂളുകൾ, കൃത്യമായിട്ടുള്ള ക്യാപ്സൂളുകൾ, പ്രത്യേകിച്ച് തലോടി റേക്ക് റൂമിൽ നടക്കുന്ന ക്യാപ്സൂളുകൾ. അപ്പോൾ ഈ ക്യാപ്സൂളുകളും കൃത്യമായിട്ട് ഇവർക്ക് എത്തിക്കൊണ്ടിരിക്കണം. അല്ലാണ്ട് ഇത് പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതല്ല. ഇവര് ഏതെങ്കിലും മീഡിയാസിൽ പോയിട്ട് തപ്പിയെടുത്തുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്കെതിരെ വാദിക്കുന്നതല്ല. കൃത്യമായിട്ട് അവരുടെ മെയിൽ ഐ ഡികളിൽ കൃത്യമായിട്ട് ഇത് ലഭിക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അവരെല്ലാവരും ഭാരതത്തിലായിരിക്കണമെന്നില്ല. ഏതെങ്കിലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്രൈം ബാധകമല്ലാത്ത മറ്റേതെങ്കിലും ദേശങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കാം ഭാരതത്തിന്റെ അകത്തുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് പോലുള്ള റൂമുകളിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള ക്രൈമുകളെ അവര് കൃത്യമായിട്ട് വാദിച്ച് വെളുപ്പിച്ച് അത് ഈ നാടിന്റെ ഭരണകൂടങ്ങൾക്കെതിരാക്കി മാറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള പ്രയോഗം. അപ്പൊ ഇത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടക്കും, ഇനിയും നടക്കും. അത് അവരവരുടേതായിട്ടുള്ള ശൈലിയിൽ അവർക്ക് ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത് നടക്കട്ടെ. ഇനി ഭാരതത്തിലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വേൾഡിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹം ജീവിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ, മുസ്ലിം ജനസംഖ്യ ഭാരതത്തിൽ തന്നെയാണ്. അപ്പം ഏതാനും ചില വ്യക്തികളോ അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും സംഘടനകളോ ഇത് ചെയ്യുന്നു. അവരിത് ചെയ്തു പോകുമ്പോൾ അതുണ്ടാക്കുന്ന മുറിവ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മതം ചോദിച്ചുകൊണ്ട് സ്ത്രീകളെ വിധവകളാക്കിക്കൊണ്ടുള്ള അതിഭീകരമായിട്ടുള്ള മുറിവ് പഹൽഗാമിൽ കിട്ടി.
ഇപ്പോൾ ഡൽഹിയിൽ കിട്ടി. അപ്പൊ ഇത്തരത്തിലുള്ള മുറിവുകൾ ഏൽപ്പിക്കുമ്പോൾ ഇവർക്ക് ഇതിനെ തള്ളിപ്പറയാനായിട്ടുള്ള, ഈ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക സമൂഹം ഇതിനെ തള്ളിപ്പറയുന്നു എന്നുള്ള, തള്ളിപ്പറയാനുള്ള ഇവരുടെ മാനസികാവസ്ഥ ഇത് ഇന്നിപ്പോ ഈ രണ്ട് കാര്യങ്ങളിലും അതിനു മുമ്പ് നടന്ന പല കാര്യങ്ങളിലടക്കം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് വെർഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. എങ്ങനെയാണെന്ന് വെച്ചാല്, ഇസ്ലാം എല്ലാവരും ഭീകരന്മാരാണോ അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണോ ഭീകരന്മാർ? ഈ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പൊ എല്ലാവരും ഭീകരന്മാർ തന്നെയാണെന്ന് പറയുന്ന തലത്തിലേക്ക് വരണ സമയത്ത് നമ്മളിൽ തന്നെ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ചില ആളുകളിൽ തന്നെ ഇതിന്റെ നെറ്റി ചുളിയാറുണ്ട്. അങ്ങനെയില്ല, അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോ ഈ കഴിഞ്ഞ 2 ഭീകരാക്രമണങ്ങളെയും കണ്ടതിന് ശേഷം, അറിഞ്ഞതിന് ശേഷം ഇതിനെ അപലപിച്ചുകൊണ്ട് എത്ര മുസ്ലിം മത സംഘടനകൾ രംഗത്ത് വന്നു. ഇതിനെ കുറിച്ചിട്ട് ഈ പത്രമാധ്യമങ്ങളുടെ ഒരു റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുള്ള 2 ഭീകരാക്രമണങ്ങളെയും വാർത്താ മാധ്യമങ്ങളിൽ പ്രസ് നോട്ട് കൊടുത്തുകൊണ്ട് അപലപിച്ചതല്ലാതെ ഏതാനും ചില മാധ്യമങ്ങൾ, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോഡ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ളത്, ജമാഅത്ത് ഇസ്ലാമിക് ഹിന്ദ്, മുസ്ലിം വേൾഡ് ലീഗ്, ഈ വക സംഘടനകൾ ചില പ്രസ്താവനകളുമായിട്ടൊക്കെ മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ വെറും ഒരു വാർത്താ മാധ്യമങ്ങളില് ഒരു പ്രസ് നോട്ട് കൊടുത്തവര് അവരുടെ മുഖത്തെ മിനുക്കിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതല്ലാതെ, ഇപ്പോൾ നമ്മളുടെ വേൾഡ് അടിസ്ഥാനത്തിൽ നടക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ, മുസ്ലിങ്ങൾ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് രംഗത്തിറങ്ങിക്കൊണ്ട് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുപോലെയുള്ള ഒരുപാട് സമ്മേളനം നമ്മൾ കോഴിക്കോടിന്റെ മഹാനഗരങ്ങളെ ഇളക്കിമറിച്ചുകൊണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭാരതത്തിന്റെ അല്ല കേരളത്തിന്റെ പല തെരുവോരങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലേതെങ്കിലും 1% നമ്മൾ അതാണ് അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അങ്ങ് കിടക്കുന്ന പാലസ്തീനും ഹമാസിനും ഒക്കെ വേണ്ടിയിട്ട് ഇത്രമാത്രം ഭീകരമായിട്ടുള്ള പ്രകടനങ്ങളും കാഴ്ചപ്പാടുകളും അവരുടെ മതപരമായിട്ട് നടത്തുന്ന സമയത്ത് അതിന്റെ 1% ഇവിടുത്തെ ഈ നടത്തിയിരിക്കുന്ന മഹാ അപരാധങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രസ് നോട്ടുകളല്ലാതെ പൊതുജന മധ്യത്തിൽ ഒരു ഗംഭീര സമരമുറകളിലൂടെ കേരളത്തിലെ മുസ്ലിം ലീഗുകളോ കേരളത്തിലെ മതേതരരെന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ രംഗപ്രവേശം വന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ്, ഇവര് ഒരു പരിധി വരേക്കും ഈ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക തരം തെറ്റ്, ഒരു ഭയങ്കരമായിട്ടുള്ള തെറ്റെന്ന് തന്നെയാണ് അതിനെ പറയുക. അതിൽ IPC 107, 120 വകുപ്പുകളാണ് അതിൽ ചാർത്തുക. ഭാരതത്തിന്റെ ശിക്ഷാ നിയമത്തിൽ IPC വരുന്നത് ഒരു കൊലപാതകം കണ്ടില്ലെന്ന് നടിക്കുന്നതും അതിനെ മറച്ചു പിടിക്കുന്നതും IPC ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 107, 120 എന്ന് പറഞ്ഞാൽ തൂക്കുകയറ് കിട്ടാൻ വരെ വകുപ്പുള്ളൊരു ശിക്ഷയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ഇത്തരത്തിലുള്ള ശിക്ഷകളെ, ഇത്തരത്തിലുള്ള തെറ്റുകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരാരും ഇസ്ലാമുകളല്ല എന്ന് മാത്രമല്ല, ഈ ഭാരതത്തിൽ ഇത്രയും ഇസ്ലാമുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഭാരതത്തിൽ അത്തരത്തിലുള്ള ഒരു ക്രൈം നടന്നാൽ അത് ഇസ്ലാമിന്റെ മുഴുവൻ മാനത്തിന് ഹാനി വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മറ്റെല്ലാ പാലസ്തീനും മറ്റു വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിനേക്കാളും വളരെ വലിയ രീതിയിൽ തന്നെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലേക്ക് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസുകളിലേക്ക് കൃത്യമായിട്ട് പ്രകടനം നടത്തി പോകേണ്ട യഥാർത്ഥ സാധാരണ മുസ്ലിങ്ങള് കൃത്യമായിട്ടുള്ള ഒരു അപരാധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ചെയ്യാതെ എന്ന് വെച്ചാൽ തത്വത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന കൊലപാതകത്തിന് നിൽക്കുന്നു. ഇതിനവർക്ക് മതപരമായിട്ട് തന്നെ സൂറത്തുൽ മാഇദ 2 അത് പ്രകാരം അന്യായത്തിനും പാപത്തിലും പരസ്പരം സഹായിക്കരുത് എന്ന് കൃത്യമായിട്ട് ഖുറാനിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു പറച്ചിലിന് പോലും അവരുടെ ശരിയാ നിയമപ്രകാരം അവർക്ക് വേണമെങ്കിൽ ശിക്ഷയും കിട്ടാം. അപ്പൊ ഇത്രയും വലിയ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരവും ശിക്ഷരാണ്, അവരുടെ ശരിയാ നിയമപ്രകാരവും അവർക്ക് ശിക്ഷ ലഭിക്കേണ്ടതാണ്. എന്നിട്ടും ഇവിടെയാണ് ഭീകരത. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നു ഇസ്ലാം മുഴുവൻ ജിഹാദികളാണ്, ഇസ്ലാം മുഴുവൻ കൊല്ലപ്പെടേണ്ടവരാണ്. ഇത്തരത്തിലുള്ള വിഷയത്തിലേക്കാണ് ലോകം നടന്നെടുക്കുന്നത്. ഞാൻ പറയുന്നതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ കൊണ്ട് ഇവർ പറയിപ്പിക്കുന്നു അവസ്ഥയെ. മുഴുവൻ കൊല്ലപ്പെടേണ്ടവരാണ്. ഒരു ചെറിയ തിരുത്തുണ്ട്. അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞതില് ഒരു വചനം അദ്ദേഹം പറഞ്ഞല്ലോ, അതായത് തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ സൂക്ഷ്മതയിലും നന്മയിലും പരസ്പരം സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, അക്രമത്തിലും അതുപോലെ അത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ സഹകരിക്കരുത് എന്ന്. പക്ഷേ നമ്മൾ കാണുന്ന നന്മയല്ല ഇസ്ലാം കാണുന്ന നന്മ. ഇസ്ലാം കാണുന്ന നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതിലവർ സഹകരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന തിന്മ മറ്റുള്ളവരെ ആക്രമിക്കുക, മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ അവരുടെ മനുഷ്യാവകാശങ്ങളിലൊക്കെ കൈകടത്തുക എന്നുള്ളതല്ലേ ഇസ്ലാമിന്റെ നന്മ. അങ്ങനെയല്ല.
അള്ളാഹു അല്ലാത്തവരെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അവനെ തീർക്കാം. ഇസ്ലാമിനെ വിമർശിക്കുന്നെങ്കിൽ അവനെ തീർക്കാം. അവന്റെ കൈകാലുകള് ഈ എതിർദിശകളിൽ നിന്ന് ഛേദിച്ചെടുക്കാം. അപ്പോ ഈ വചനം കണ്ടിട്ട് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്, അയ്യോ ഇസ്ലാം നല്ലതാണ്, മുസ്ലിം നല്ലതാണ്. അല്ല. അതായത് ഖുർആൻ പറയുന്നുണ്ട്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ മുഴുവനും നഷ്ടകാരികളാണ്, ഇല്ലല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ചവരൊഴികെ, അമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ. ആ സൽക്കർമ്മം എന്താണ്? ഇപ്പോ മഗ്‌രിബ് നമസ്കാരത്തിന് ബാങ്ക് കൊടുത്ത സമയത്ത് ഒരാള് ആക്സിഡന്റിൽ പെടുന്നു നമ്മുടെ മുമ്പില്, അയാളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതല്ല അള്ളാഹുവിന്റെ കോൺസെപ്റ്റിലെ നന്മ, പോയി ഉച്ചയും കുത്തി മറിയല. അതുകൊണ്ട് ആ നന്മയും ഖുർആനിന്റെ നന്മയും നമ്മൾ മനസ്സിലാക്കുന്ന മാനവികതയും നന്മയും രണ്ടും രണ്ടാണ്. ഓക്കെ. പറഞ്ഞ മന്നാടിയർ പറഞ്ഞ അവസാനത്തെ പറ്റി അപകടകരമാണ്. എല്ലാ ഇസ്ലാം എന്തോ ഒരു അത് പറഞ്ഞിട്ടുണ്ട്, കൊല്ലപ്പെടേണ്ടവരാണെന്നുള്ള രീതിയിലുണ്ട്. അത് ഒരു നല്ലൊരു പരിപാടിയല്ല. നമ്മൾ അങ്ങനത്തെ ഉള്ള ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം മതവിമർശനം ചെയ്യുന്ന അല്ലാണ്ട് അവിടെയുള്ള എല്ലാവരും കൊല്ലപ്പെടേണ്ടവരാണെന്നുള്ള രീതിയിലുള്ള പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു ഞാൻ കേട്ടില്ല ഫുള്ള്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള തീവ്രവാദപരമായ ആശയങ്ങൾ ഈ റൂമിൽ പറയുന്നത് ശരിയാണ്. ഞാൻ കൃത്യമായിട്ട് കേട്ടില്ല, ഞാൻ വേറെ ഒരു ചെറിയ തിരക്കിലാണ്. എനിവേ പറയുമ്പോ എല്ലാം പറയണം. നമുക്ക് നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ടിജോ സാർ വന്നിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് ടിജോ സാർ വന്നേക്കുന്നത്. ഈ ക്ലബ് ഹൗസിന്റെ CEO ആയിരുന്നു. നെതന്യാഹുവിന്റെ വലം കൈയാണ്. ടിജോ സാർ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഭാരതീയത്തിലൂടെ. ടിജോ സാർ ഉണ്ടോ? ഇവിടെ നമ്മുടെ ഈ സയനിസ്റ്റുകളുടെ എന്റെ ഒരാളായിരുന്നു ടീച്ചർ. ഒക്കെയാണ്. ഗുഡ് റീക്ക് ഉണ്ടെങ്കിൽ സംസാരിച്ചു. ഒരു ശരിക്കും അത് ഈ സലഫികളിൽ നിന്ന് കുറച്ച് ആളുകൾ വിശ്വാസികളല്ലാതെ കുറച്ച് ആളുകൾ തീവ്രവാദികളായി. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറയുന്ന സാധനങ്ങള് ഇതില്ലാതെ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇസ്ലാം അല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് വിശദീകരിച്ചുകൊണ്ടിരിക്കേണ്ടത് ജാമിദ ടീച്ചറിന്റെ അടുത്തല്ല. ഇവിടെ ടീച്ചർ തീവ്രവാദം നടത്താൻ പറ്റുന്നതല്ല. ഇവര് ചെയ്യാത്തൊരു കാര്യമാണ് ആക്ച്വലി ISIS-നെയോ അൽഖ്വയ്ദയെയോ ഒക്കെ വന്ന ഗ്രാൻഡ് മുഫ്തിയൊക്കെ കുത്തിയിരുന്ന് പഠിപ്പിക്കണം. അല്ലെങ്കിൽ അവരൊന്ന് അതിന്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അല്ലെ മുഹമ്മദ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളോടാണ്. പക്ഷെ അവര് പറയുന്നില്ലെന്ന് മാത്രമല്ല, ഇവര് മൗനമായിട്ടിരിക്കുകയും മറ്റേ നമ്മുടെ ജബ്ബാർ ഭാഷ പറഞ്ഞ പോലെ ഗോൾ അടിക്കാനായിട്ട് ബോൾ തട്ടി കോട്ടിലിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി കാണുന്നതുകൊണ്ടാണ് വിമർശിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പഠിപ്പിക്കാനല്ല, ആക്ച്വലി അത് ISIS-നോടും അൽഖ്വയ്ദയോടുള്ള തീവ്രവാദ ഹറാമിനോടൊക്കെ ചെന്ന് പറയാ, ഇതിങ്ങനെയല്ല വായിക്കേണ്ടത്. അതിന്റെ സുന്നതൊക്കെ നിങ്ങൾ അബ്ദുൾ റസാഖ് ഒന്ന് കയ്യെ എടുത്ത് നമ്മുടെ പറ്റുമെങ്കിൽ മറ്റേ ലീഗിന്റെ ഉസ്താദന്മാരെയൊക്കെ വിളിച്ച് SDPനെ പഠിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവരും കൂടി ചെന്നൊരു മീറ്റിംഗ് ഒക്കെ നടത്തിയാണ് ഇത് ചെയ്യേണ്ടത്. നടക്കുന്നില്ല. നിങ്ങളവിടെ മൗനം ഭജിക്കുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പറഞ്ഞ വെക്കുന്നു തൽക്കാലം. താങ്ക് യു. നമ്മുടെ ലൂസിഫർ സംസാരിച്ചായിരുന്നു. ലൂസിഫർ ലൂസിഫർ പറയും. ഈ വിഷയം ഇതൊരു നമ്മൾ ഈ മതത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നും ഒരു സംശയമില്ല. മറ്റു മതങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ആധുനിക സമൂഹത്തോട് ചേർന്ന് പോകാൻ പറ്റാത്തതായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇസ്ലാം എന്ന് പറയുന്നത് അത് പറയാൻ ശ്രമിക്കുന്നത് ഒരു പർട്ടിക്കുലർ ജീവിതചര്യയാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം ജീവിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഡെമോക്രസിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള സംവിധാനം ഇവരുടെ കയ്യിലുണ്ട് എന്ന ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോ അജിപുള്ളി ചർച്ചയുടെ മുന്നിൽ ഒരു ചോദ്യം മുന്നോട്ട് വെച്ചായിരുന്നു, ഇതിനൊരു സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ പലരും നമ്മൾ പറയുന്ന മാതിരി ഇവിടെ ഇപ്പൊ ഏകദേശം 30-40 കോടിയോളം ജനങ്ങളുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മുസ്ലിം രാജ്യം, മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യ എന്ന് തന്നെയാണ്. നമ്മൾ പാകിസ്ഥാൻ എന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്.
ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് ഒരു നല്ലൊരു 30-40 കോടി. ഇന്തോനേഷ്യയിലും ഉണ്ട് കറക്റ്റ്. പക്ഷെ ഇന്തോനേഷ്യയുടെ ഒരു ഹിസ്റ്ററി ഡിഫറെന്റ്. അത് ഇന്ത്യയുടെ ഹിസ്റ്ററി പോലെ അല്ല ഇന്തോനേഷ്യയുടെ ഹിസ്റ്ററി. നമ്മളതിന്റെ ചരിത്രം പഠിക്കാൻ നോക്കുമ്പോൾ അവിടെ ഈ രീതിയിൽ പറയുന്ന മാതിരി ഈ പറയുന്ന ഇന്ത്യയിൽ നടന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു മതപരിവർത്തനത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, അമ്പലങ്ങൾ തകർക്കുക, മറ്റുള്ളവരുടെ മേൽ ഭരണത്തിന്റെ പേരിൽ ക്രൂരതകൾ, അങ്ങനെ ഒരു പരിപാടി ഇന്തോനേഷ്യയിൽ നടന്നിട്ടില്ലെന്നുള്ളതാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അവിടെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്തോനേഷ്യയിലെ മതം വളർന്നിരിക്കുന്നത്, ഇസ്ലാം വളർന്നിരിക്കുന്നത്. അത് വേറൊരു കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് ഇപ്പോഴും അവരുടെ ഒരു ലോക്കൽ കൾച്ചറിന്റെ പ്രസൻസ് അവിടുത്തെ ആൾക്കാർ തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഇന്തോനേഷ്യയിൽ കാണാൻ പറ്റും. അപ്പോ ഇവിടെ ഇന്ത്യയുടെ സാഹചര്യം കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അത് നമുക്ക് പറയാമല്ലോ. ഇപ്പൊ ഈ ബോംബ് എന്ന് പറയുന്ന സാധനം, അതിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ ബോംബ് എന്ന് പറയുന്ന സാധനം പൊട്ടുമ്പോൾ അത് ഒരു വ്യക്തിയുടെ മതം നോക്കിയിട്ടല്ല അത് പൊട്ടുന്നത്. അത് അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബോംബ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഹിന്ദുക്കൾ മാത്രമാണ് വിക്ടിം ആവുന്നത് എന്ന് പറയുന്ന ഒരു ആശയം ഇല്ല ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത്. അതിനകത്ത് മുസ്ലിം ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, സിഖ് ഉണ്ടാവും, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർ ഒരു ബോംബ് പൊട്ടുമ്പോൾ അതിനകത്ത് വിക്ടിം ആവും. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മൾ മതപുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്യുന്നത് എന്ന് പറയുന്നത്, ഞാൻ പുൽവാമ അറ്റാക്ക് നടന്നപ്പോൾ ഞാൻ ഇതേ സാധനം തന്നെയാണ് പറഞ്ഞത്. കാരണം അത് എനിക്ക് തോന്നിയിട്ടില്ല അത് മതത്തിന്റെ പേരിൽ, സോറി ടു സേ, ബട്ട് ഒരു മതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരു രീതിയിലും അംഗീകരിക്കാൻ എന്റെ മനസാക്ഷിയെ അനുവദിക്കുന്നില്ല, ടു ബി ഫ്രാങ്ക്. പക്ഷേ ഇവരുടെ ഇടയിൽ, ഈ പൊട്ടിച്ച ആൾക്കാരുടെ ഇടയിൽ, അത് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണ്. ഇവരുടെ ഇടയിൽ കശ്മീരിൽ നിന്ന് വന്നിട്ടുള്ള കൂടുതൽ ഡോക്ടേഴ്സിനുമാരുടെ ഐഡന്റിറ്റി പുറത്തു വന്നിട്ടുണ്ട്. കശ്മീരിലുള്ള ഇതിന്റെ ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഡോക്ടറെ കൂടെ അറസ്റ്റ് ചെയ്തു, ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. ആ സ്ത്രീക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തം കൊടുത്തിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വുമൻ ഫ്രണ്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് ആ സ്ത്രീക്ക് കൊടുത്തത്. ആ സ്ത്രീയുടെ കണക്ഷൻ എന്ന് പറയുന്നത് ലഷ്കറുമായിട്ട്, അതിന്റെ ഹഫീസ് സയ്യിദുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്, റിലേഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോ വാർത്തകൾ വരുന്നത്. അപ്പോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇവർ പൊട്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം. ആ കാരണങ്ങള് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടുത്തെ പല സെക്യുലർ എന്ന് പറയുന്ന ആൾക്കാരും സ്വതന്ത്ര ചിന്തകരും, സോ കോൾഡ് സ്വതന്ത്ര, എല്ലാവരെയും പറയുന്നില്ല, ബട്ട് ഇവിടെ ക്ലബ് ഹൗസിൽ പോലും ഇവരെയൊക്കെ ന്യായീകരിക്കുന്നത്, ഇവർ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, ഇവർക്ക് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ പല കേസിലും പലരും പറയാറുണ്ട് അത് അവര് കുട്ടിക്കാലത്ത് ടീച്ചറിന്റെ മകനായിരുന്നു, വിദ്യാഭ്യാസമായിരുന്നു, സ്കൂളായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഐഡന്റിറ്റിയെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ ഒരു സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ഇവരുടെ ഐഡന്റിറ്റി ജസ്റ്റിഫൈ ചെയ്യുന്നതിലൂടെ ഇവർ ഈ ആക്ടിനെയാണ് ആക്ച്വലി ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഒരു മതവിശ്വാസിയുടെ ഗതികേട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിൽക്കുന്ന ആൾക്കാർ, യുക്തിവാദികൾ എന്ന ലേവലിൽ കറങ്ങി നടക്കുന്ന സ്വതന്ത്ര ചിന്തകർ, ഇവർക്കൊക്കെ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു മതവിശ്വാസം ജസ്റ്റിഫൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പൈശാചികമായിട്ടുള്ള സാധനമാണ്. അപ്പൊ ഈ ഒരു സാധനത്തെ നമ്മൾ മതം മാറ്റി നിർത്തി തന്നെ കാണേണ്ടതാണ്. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐ സ്ട്രോങ്ലി ബിലീവ് ഇവര് പൊട്ടിച്ചു, ഇനി എന്താ സംഭവിക്കുക? ഇവരുടെ പേരിൽ കേസ് ഉണ്ടാവും. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ, ഞാൻ പറയട്ടെ, നമ്മുടെ ലീഗൽ വ്യവസ്ഥ, നമ്മുടെ സിസ്റ്റം ഇവരെ കുറച്ചുനാൾ പ്രൊട്ടക്ട് ചെയ്യും. ഒരു 5-10 വർഷം കേസ് നടക്കും. ഇവർക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ വാദമുഖങ്ങൾ തുടങ്ങും. ഇവരുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, അതിങ്ങനെയായിരുന്നു, ഇതെങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരംഗം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടും. അത് കൂടുതൽ വിഭാഗീയതകൾ വീണ്ടും സൃഷ്ടിക്കും. മനസ്സിലാവുന്നു? ഇവർക്ക് വേണ്ടിയിട്ട് ജയാരംഗങ്ങളുടെ മുഴങ്ങും. ഇവർക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസൻസ് നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലും നമ്മുടെ രാഷ്ട്രീയ രംഗത്തും ഒക്കെ കാണാൻ പറ്റും. അപ്പോ ഇവരെ വച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, ഇവർ പിടിക്കപ്പെട്ട ആൾക്കാരെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മുടെ രാജ്യം, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ പോകുന്നത്. ഇവരെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടതാണ്. ഇതിനു മുന്നേ ഹഫീസ് സയ്യിദിനെ പോലുള്ള വ്യക്തികളുടെ, ഹഫീസ് സയ്യിദാണ് നമ്മുടെ പാർലമെന്റ് അറ്റാക്കിൽ പിടിക്കപ്പെട്ട അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് കണ്ടത്? അദ്ദേഹം കൈയോടുകൂടി പിടിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഇവരെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവരെന്താണ് ചെയ്യാൻ ശ്രമിച്ചത്? ടെററിസം എന്ന് പറയുന്ന സാധനം അത് സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം ജനിപ്പിക്കാനാണ് അത് ശ്രമിക്കുന്നത്. അവർ വളരെ വ്യക്തമായിട്ട് അവരെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഭയത്തിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇസ് നോട്ട് കേപ്പബിൾ ടു ആൻസർ. അതേ വേവ് ലെങ്ത്തിൽ അതിനൊരു മറുപടി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇവരെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇവരുടെ കുടുംബങ്ങൾക്ക് നമ്മൾ എല്ലാ രീതിയിലുള്ള എന്താ പറയാ ഒരു
ഇവര് പിന്നീട് നായകന്മാരായിട്ട് അങ്ങോട്ട് പോകുന്നു. ഇമോഷണൽ ബോണ്ടേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊന്നും നിൽക്കില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതൊന്നും നിൽക്കില്ല. ഇത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കംപ്ലീറ്റ് സ്വത്ത് വകകളും കണ്ടെത്തി ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും പണിഷബിൾ ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. അതായത് നാളെ ഈ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ പൊട്ടിത്തെറിക്കാൻ പോയാൽ അവന്റെ കാര്യം പോക്കാണ്, പക്ഷെ അവന്റെ കുടുംബത്തിന്റെ കാര്യവും പോക്കാണ് എന്ന രീതിയിലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ പറ്റത്തുള്ളൂ. ഒരു പരിധി വരെ പൊട്ടിത്തെറിക്കാൻ മരിക്കുന്നവൻ പിന്നെ അവന്റെ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളത് വേറെ സത്യമാണെങ്കിൽ പോലും ഈ രീതിയിലുള്ള നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്ന രീതിയിലുള്ള ശിക്ഷാവിധികൾ ഇസ് നോട്ട് കേപ്പബിൾ ഇനഫ്, മനസ്സിലാവുന്നത് ഈ രീതിയിലുള്ള പ്രോബ്ലങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു ഏകദേശം 1.5 ബില്യൺ പീപ്പിൾ ആയി കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത്. അപ്പൊ ഇതിൽ എവിടെയൊക്കെ ആരെയൊക്കെയാണ് നമ്മൾ പരിശോധിക്കുക? അത് ശരിയാണ് കേട്ടോ, ഒരു വലിയ പോയിന്റ് ആണ് പറഞ്ഞത്. തീവ്രവാദികള് പിന്നീട് ഈ ഭീകരന്മാരോട് അവരോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ് യഹിയ സിൻവാറിനെയും ഇസ്മായിൽ ഹനിയെയും ഒക്കെ ഇവിടെ പൂമാലയിട്ട് സ്വീകരിക്കുന്നത് പോലെയും അവർക്ക് മയ്യത്ത് നമസ്കരിക്കുന്നത് പോലെയും അവർക്ക് വേണ്ടി ഇരവാദം ഉന്നയിക്കുന്ന രീതി പോലെ ആയി അവർക്കൊരു നായക പരിവേഷം ഇവിടെ കിട്ടും. വില്ലന്മാർ നായകന്മാരായി മാറുവാണ്. അതുകൊണ്ട് യോഗി ആദിത്യനാഥ് എടുക്കുന്ന അതേപോലെയുള്ള തീരുമാനങ്ങളും നയങ്ങളുമേ ഇവരോട് പറ്റും. ഇവരുടെ കുടുംബങ്ങളെ പൂട്ടണം. അതും അവര് ജിഹാദാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടും കേട്ടോ. ഞങ്ങള് ധീര രക്തസാക്ഷികളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മതത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതം അടിയറവ് വെച്ചതാണ്. അതുകൊണ്ടാണ് ആ കുടുംബം അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ ആയിരിക്കും അവര് പറയുക. പക്ഷേ ഈ ഭീകരന്മാരെ, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ ഭീകരന്മാരെ സംബന്ധിച്ച് അവരെ എതിർക്കാൻ, അവര് ചെയ്തത് രാജ്യവിരുദ്ധതകളാണ് എന്ന് പറയാൻ ഇവരിൽ എത്ര പേര് തയ്യാറാണ്? നമ്മൾ അതും നോക്കണമല്ലോ. അപ്പൊ അവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും അവര് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ ഭീകരതയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന കുറച്ചാളുകൾ നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം ഇതിനൊന്നും അത്ര പെട്ടെന്നൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. ഇസ്ലാമിക തീവ്രവാദത്തെ പ്രീണിപ്പിക്കുകയും ഇസ്ലാമിക ഭീകരതയെ വളർത്തിക്കൊണ്ടുവരികയും താലോലിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകളും ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും സ്വീകരിക്കുന്നിടത്തോളം കാലം ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഞാൻ ആ പ്രീണനത്തിന്റെ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഒന്ന് കേൾപ്പിച്ചു. ഒപ്പം മറ്റൊരു മതത്തിൽപ്പെട്ടവരും മുസ്ലിം പ്രീണനം, ഒപ്പം മറ്റൊരു മതത്തിൽപ്പെട്ടവരും സമാധാനമായി ജീവിക്കരുത്. ഇതാണ് പിണറായി സർക്കാർ ഇതുവരെ തുടർന്നു വന്ന നയം. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി എടുക്കാൻ പോകുന്ന ഒരു തീരുമാനത്തിലൂടെ. ശരീഅത്ത് നിയമം അംഗീകരിച്ച് പിണറായി സർക്കാർ ഭരണഘടനാ സാധുതയ്ക്കായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുമെന്ന് സൂചനകൾ പുറത്ത്. മുസ്ലിം വ്യക്തി നിയമത്തിന് അടിസ്ഥാനമായി ശരീഅത്ത് നിയമത്തിന് ഭരണഘടനാ സാധുത ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേരള സർക്കാർ. ഭരണഘടനാ സാധുത വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ പിണറായി സർക്കാർ ഉടൻ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഖുറാൻ സുന്നത്ത് സൊസൈറ്റി, വിപി സൂറ തുടങ്ങിയവർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സ്പെഷ്യൽ ലീവ് പെറ്റീഷനിലാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ശരീഅത്ത് നിയമത്തിൽ അടങ്ങിയിരിക്കുന്ന മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട അനന്തരാവകാശ നിയമവും മറ്റെല്ലാ നിയമശാഖകളും ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് അനുസൃതമാണ് എന്ന് വ്യക്തമാക്കിയാണ് സംസ്ഥാനം ഉടൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുക എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നബിയുടെ യഥാർത്ഥ ആവിഷ്കാരമായി നിയമത്തെ കണക്കാക്കി മുസ്ലിം വ്യക്തി നിയമത്തിന്റെ എല്ലാ വശങ്ങളിലും, പ്രത്യേകിച്ച് അനന്തരാവകാശ നിയമത്തിൽ അതിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കണം എന്നാണ് ഇപ്പോൾ പിണറായി സർക്കാർ എടുക്കുന്ന നിലപാട്. മുസ്ലിം സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശ കാര്യത്തിൽ ഇസ്ലാമിക നിയമം വിവേചനം കാട്ടുന്നു എന്നും ആ വിവേചനം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലംഘിക്കുന്നു എന്നുമാണ് പരാതിക്കാരുടെ വാദം. പിന്തുടർച്ചാവകാശത്തിൽ സ്ത്രീകൾ വിവേചനം അനുഭവിക്കുന്നു എന്ന ഹർജിക്കാരുടെ വാദത്തെ സർക്കാർ എതിർക്കുമെന്നും അവർ ഉയർത്തുന്ന വാദം ശരിയല്ല എന്നും നിലനിൽക്കുന്നതല്ല എന്നും വാദിക്കുമെന്നും നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മുസ്ലിം സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശം സംബന്ധിച്ച മുസ്ലിങ്ങൾ പിന്തുടരുന്ന രീതി അത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്ന പരാതിക്കാരുടെ ഹർജി കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. അതിനെതിരെയാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം വ്യക്തി നിയമം സ്ത്രീകളോട് വിവേചനം കാണിക്കുകയും നിയമത്തിനു മുന്നിൽ മതം, വംശം, ജാതി, ലിംഗഭേദം
ഇവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനമുണ്ട്. ആ വിവേചനം നിരോധിക്കുന്നതിനും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നു എന്നും പരാതിക്കാർ വാദിച്ചിരുന്നു. എന്നാൽ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയ കേരള ഹൈക്കോടതി ഈ പ്രശ്നങ്ങൾ പരിഗണിച്ചുള്ള നിയമനിർമ്മാണം നിയമസഭയ്ക്ക് വിടുകയായിരുന്നു. എന്നാൽ നിലവിലുള്ള ആചാരങ്ങളും നടപടിക്രമങ്ങളും തുടരണമെന്ന് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത മതനേതാക്കളുടെയും മറ്റു ബന്ധപ്പെട്ടവരുടെയും ഉന്നതതല യോഗം ഏകകണ്ഠമായി അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ഈ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടതില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇസ്ലാം അംഗീകരിച്ച തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് വിവേചനത്തെക്കുറിച്ച് പരാതിപ്പെടാൻ സാധിക്കുകയില്ല എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിക്കും. സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഈ പ്രസ്ഥാനക്കാരൊക്കെ. പക്ഷേ ശരീഅത്ത് നിയമത്തെയാണ് കൂട്ടുപിടിക്കുന്നത്. അനന്തരാവകാശ സ്വത്ത് സ്ത്രീ ഏത് നിലയിൽ വന്നാലും, ഉമ്മയായാലും ഉമ്മയുടെ അനുജത്തിയാണെങ്കിലും സഹോദരിയാണെങ്കിലും ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും ഒക്കെ എതിർഭാഗത്ത് നിൽക്കുന്ന പുരുഷന് കിട്ടുന്നതിന്റെ പകുതി അനന്തര സ്വത്ത് മാത്രമേ സ്ത്രീക്ക് ലഭിക്കൂ. ഈ വിവേചനം നിറഞ്ഞ നിയമത്തെ മാറ്റുന്നതിനു വേണ്ടിയാണ് നമ്മൾ കുറെ കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് വേണ്ടത് ഏക സിവിൽ കോഡാണ് എന്ന് പറയുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു രാജ്യത്ത് മതത്തിന്റെ പേരിൽ വിവേചനമില്ലാതെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെ ഒരൊറ്റ നിയമത്തിന്റെ കീഴിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വരണം. അതുകൊണ്ടാണ് നമ്മൾ മതേതര രാജ്യത്ത് മതത്തിൽ നിന്നും വിഭിന്നമായിട്ടൊരു ഇതരത്വം സ്വീകരിക്കുന്ന ഒരു രാജ്യത്ത് എന്തിനാണ് മുസ്ലിമിന് ഒരു നിയമം, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വേറെ ഒരു നിയമം? അത് പാടില്ല. ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചതുപോലെ സിവിൽ നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ, വിവാഹമോചനം, അനന്തരാവകാശം, ദത്ത്, വഖഫ്, ട്രസ്റ്റ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരൊറ്റ നിയമമാക്കി മാറ്റണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏകീകൃത സിവിൽ കോഡ് എത്രയും പെട്ടെന്ന് നടപ്പിലാകാതെ ഒരു രാജ്യം, ഒരൊറ്റ തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം, ഒരൊറ്റ നിയമം, ജനാധിപത്യം എന്ന കുടക്കീഴിൽ മതത്തിന്റെ പേരിൽ വ്യത്യാസമില്ലാതെ ആര് കുറ്റം ചെയ്തിരുന്നാലും ശരി ഒരേ നിയമത്തിന് മുമ്പിൽ അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശരീഅത്ത് നിയമത്തെ എതിർക്കുകയും വ്യക്തി നിയമങ്ങളെ എതിർക്കുകയും ചെയ്തിട്ട് നമ്മൾ ഒരൊറ്റ നിയമത്തിന്റെ കീഴിൽ ഈ രാജ്യത്തെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇവര് രഹസ്യമായിട്ട് ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഇസ്ലാം മത ശരീഅത്ത് നിയമം ശരിയാണ് എന്ന് വാദിച്ച് മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടി തരാതരം ഈ ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയെ പോലും ലംഘിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം തീരുമാനങ്ങളുമായി ഉത്തരവാദിത്വപ്പെട്ട ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ ഒരു അധപ്പതനം എന്താണ് എന്ന് ആലോചിക്കണം. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം സ്വതന്ത്ര റിപ്പബ്ലിക് ആണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതില്ലേ? നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഇനി അത് പറയാൻ പാടുള്ളൂ, സ്വതന്ത്ര റിപ്പബ്ലിക് എന്നത്. അപ്പോ ഇത് തുമ്പൻ സ്ട്രീമിന് വേണ്ടി ഇങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റിയും മറിച്ചും പറയുന്ന ഈ കേരളത്തിന്റെ മത രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മാതാപിതാക്കൾ, ആ ബന്ധുക്കളൊക്കെ ഇട്ടേച്ചു പോയ, അതായത് അവര് മരിച്ചു, ആ സ്വത്തിൽ പുരുഷന്മാർക്ക് വിഹിതമുണ്ട്, ഖുർആൻ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഓഹരി വെക്കുന്ന സമയത്ത് ബന്ധുക്കൾ, അനാഥർ, ദരിദ്രർ, സ്ത്രീകൾ, എങ്ങനെയാണ് ഇങ്ങനെ വിവേചനം കാണിക്കാൻ പറ്റുന്നത്? ഈ ശരീഅത്ത് നിയമത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളും ഇസ്ലാമിക നിയമം ഈ നാട്ടിൽ വേണമെന്ന് പറയില്ല. മുസ്ലിങ്ങൾക്ക് ഇപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു മുസ്ലിം ഒരു വിവാഹം കഴിച്ചു, അയാൾക്ക് ഒന്നും കൂടി കെട്ടണമെന്ന് തോന്നുമല്ലോ. ഒന്നുകൂടി കെട്ടിയാൽ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. നീ പെണ്ണിനോട് മറച്ചു വെച്ച് കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേപോലെ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഒരു വിവാഹം കഴിച്ച് ആ വിവാഹം മറച്ചു വെച്ചിട്ട് വേറൊരു വിവാഹം കഴിച്ചാൽ അയാൾക്ക് ശിക്ഷയുണ്ട്. ഇനിയും ഒരു വിവാഹം മറച്ചു വെച്ചിട്ട് അടുത്ത വിവാഹം കഴിച്ചാൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും 10 വർഷം വരെ തടവും കഠിനമായിട്ടുള്ള പിഴയും ഒക്കെ ശിക്ഷയുണ്ട്. അപ്പോ ജോസഫ്, ജാഫർ, ജനാർദ്ദനൻ, അപ്പൊ ഈ 3 പേരുകൾ വരുമ്പോൾ ജനാധിപത്യ രാജ്യത്ത്, മതം ഇല്ലാത്ത ഒരു രാജ്യത്ത് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ വരുന്നത് എന്നതാണ് ചോദ്യം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്
ക്രിമിനൽ കുറ്റങ്ങൾ ആര് ചെയ്താലും ശിക്ഷകൾ ഒന്നുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ആര് ചെയ്തിരുന്നാലും ശരി ഒരേ രൂപത്തിലുള്ള തുല്യ പരിഗണനയെ അവർക്ക് ലഭിക്കാൻ പാടുള്ളൂ. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും. മതത്തിന്റെ പേരിൽ ഒരു വിവേചനം ഈ രാജ്യത്ത് പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത് പറയുമ്പോൾ നമ്മളെ വർഗീയവാദിയാക്കി, നമ്മളെ ഒരു ഭീകരവാദിയാക്കി. ഇപ്പോ ക്ലബ് ഹൗസിൽ നടന്ന ചർച്ച നിങ്ങൾ കേട്ടില്ലേ? അതെ, 2 കൂട്ടരെ കൊല്ലണമെന്നാ പറഞ്ഞത്. അവരെ തട്ടണ്ട, അവരെ കൊല്ലണ്ട, ഇല്ലാണ്ടാക്കിയാൽ മതിയെന്ന്. അവരെ കൊല്ലണ്ട, ഇല്ലാണ്ടാക്കിയാൽ മതിയെന്ന്. 10 വർഷം കുവൈറ്റിൽ പോയി മതം പഠിച്ചിട്ട് വന്ന ഉസ്താദ് നമ്മളോട് ഡിബേറ്റിന് വന്നതാ. ഇപ്പൊ ക്ലബ് ഹൗസിൽ മതം വിട്ടവരെയും മതത്തെ വിമർശിക്കുന്നവരെയും അതുപോലെ മതത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളെയും ഒക്കെ കൊല്ലണ്ട, ഇല്ലാണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോ തീവ്രവാദത്തിന് പ്രത്യേകിച്ചൊരു മതമുണ്ടോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. മതമുണ്ട്. തീവ്രവാദത്തിനും മതമുണ്ട്, തീവ്രവാദികൾക്കും മതമുണ്ട്. ആ മതമാണ് നമ്മൾ ഇന്നിപ്പോൾ ഡൽഹിയിൽ കാണുന്നത്. അത് പറയാൻ ആരെയാ ഭയക്കുന്നത്? മത തീവ്രവാദത്തിന് ഡോക്ടർ എന്നില്ല, എഞ്ചിനീയർ എന്നില്ല, കളക്ടർ ആണെന്നില്ല, അധ്യാപകനാണെന്നില്ല. വിദ്യാഭ്യാസമുള്ളവനോ ഇല്ലാത്തവനോ യാതൊരു വ്യത്യാസവുമില്ല. അവൻ എന്ത് പഠിച്ചാലും, അവൻ ഏത് റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അലങ്കരിച്ചാലും ശരി, അവന്റെ തലയിലുള്ളത് ഈ മാരകമായിട്ടുള്ള കൊടും ക്രൂര വിഷമായിട്ടുള്ള ഈ മതമാണെങ്കിൽ, ഈ തീവ്രവാദമാണെങ്കിൽ അവൻ എന്ത് പഠിച്ചിട്ടും ഒരു കാര്യവുമില്ല. കാരണം എൻ്റെ മതം മാത്രമാണ് ശരിയെന്നും എൻ്റെ മതം എല്ലാത്തിനെയും അതിജീവിക്കുന്ന രൂപത്തിൽ വളരണമെന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ മതവും മദ്യവും ഒരുപോലെയാണ് എന്നേ ഞാൻ പറയും. കാരണം മതം അതേ രൂപത്തിൽ ഈ സമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇസ്ലാം മതം ഒന്ന് നേർപ്പിക്കണം. ഒരല്പം ഐസൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് സമയം ഇവിടെ ആറാനൊക്കെ വെച്ച് അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഈ ഖുർആൻ എന്താണോ പഠിപ്പിക്കുന്നത്, ഹദീസുകൾ എന്താണോ പഠിപ്പിക്കുന്നത്, അതേപോലെ തന്നെ പബ്ലിക്കിനോട് പറയാനൊന്നും പറ്റില്ല ഒരു മുസ്ലിം പുരോഹിതന്. അത് കുറച്ച് ഇവരുടേതായിട്ടുള്ള രൂപത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം. മദ്യവും അങ്ങനെയാണ്, മതവും അങ്ങനെയാണ്. മദ്യം ഓരോരുത്തർക്ക് ഓരോ രൂപത്തിൽ ബാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് കരളിനെ ബാധിക്കും, ചിലർക്ക് മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്, ചിലരെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. ഇനിയും എങ്ങനെ ബാധിച്ചാലും ശരി, മദ്യം കരളിനെ ബാധിക്കുമെങ്കിൽ മതം ബാധിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവനെ, അവന്റെ മനസ്സിനെ, അവന്റെ ചിന്താഗതികളെ. നിരപരാധികളായ തൻ്റെ സുഹൃത്തിനെ, തൻ്റെ സഹപാഠിയെ, തൻ്റെ സഹപ്രവർത്തകനെ, തൻ്റെ നാട്ടുകാരനെ ഒക്കെ ഈ മതത്തിന്റെ പേരിൽ കൊല്ലാൻ അവൻ തീരുമാനിക്കുന്നത് അവന്റെ മനസ്സിനെ, അവന്റെ ബ്രെയിനിനെ ഈ മതം ബാധിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിരപരാധികളുടെ ജീവനെടുത്ത് രാജ്യത്ത് അരക്ഷിതാവസ്ഥയും ഭീകരതയും സൃഷ്ടിക്കാൻ ഇവർ തയ്യാറെടുക്കുന്നത് ഇവരുടെ തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. അതാണ് നമ്മളിപ്പോൾ ഡൽഹിയിൽ കണ്ടത്. ഡോക്ടറായിട്ട് എന്താ കാര്യം? മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പഠിച്ചവൻ അന്യായമായി നിരപരാധികളുടെ ജീവൻ എടുക്കാനാണ് പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ജീവൻ എടുക്കുന്നതും ജീവൻ കൊടുക്കുന്നതും രണ്ടും വ്യത്യാസമാണ്. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡൽഹിയില് സ്ഫോടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മദ്യത്തേക്കാൾ മാരകമായിട്ടുള്ള ഈ വിഷം, മതം എന്ന് പറയുന്ന വിഷമാണ് അവരുടെ തലച്ചോറിൽ ബാധിച്ചിരിക്കുന്നത്.
മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞില്ലേ? അക്ഷരാർത്ഥത്തിൽ അത് അന്വർത്ഥമാണ്. അതുകൊണ്ട് ഞങ്ങൾ മതേതരന്മാരാണ്, ഞങ്ങൾ സെക്യുലറിസ്റ്റുകളാണ് എന്ന് പറയുന്ന സമസ്തയോ ലീഗോ വെൽഫെയർ പാർട്ടിക്കാരോ SDPI-ക്കാരോ MES-ന്റെ വലിയ കൊടികെട്ടിയ നേതാക്കളോ അല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ബംഗ്ലാദേശ് കാണുന്നൊന്നും അല്ല ഞങ്ങൾ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയോ. ഞങ്ങൾ സാമുദായിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് SDPI-ക്കാരോ മാനവകുലത്തിന്റെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്ന PDP-യോ എന്തേ പ്രതികരിച്ചു കാണാത്തത്? ഇവർക്കാർക്കും എന്തേ പ്രതികരണം മുട്ടിപ്പോയത്? ഇവരാരും ഈ വിഷയത്തെ കുറിച്ച് ഒന്നും പറഞ്ഞ് നമ്മൾ ആരും കേട്ടില്ലല്ലോ. കാരണം ഒന്നേയുള്ളൂ, എതിർഭാഗത്തു വരുന്നത് ഇസ്ലാം എന്ന ഭീകരതയാണ്. പുൽവാമയും ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലായിടത്തും എതിർഭാഗത്ത് കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്, ഒരു തെറ്റും ചെയ്യാത്ത, ഇതിനെക്കുറിച്ച് യാതൊന്നും നനയ്ക്കാത്ത പാവങ്ങളായിട്ടുള്ള മനുഷ്യർ. ഇന്നലെ ഡൽഹിയിൽ നടന്ന സ്ഫോടനമാണെങ്കിലും ശരി, ഒരൊറ്റ കാരണമേ, ഇസ്ലാമിക തീവ്രവാദം. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം കാരണമാണ്, ആ ഗോത്ര ചിന്താഗതികൾ കാരണമാണ് ഈ ഭീകരന്മാരെ വെളുപ്പിക്കാനും വിഷയം ലളിതവൽക്കരിക്കാനും അവരെ ന്യായീകരിക്കാനും വിഷയം മാറ്റി തിരിച്ചു വിട്ട് ചർച്ച വേറൊരു വഴിക്ക് കൊണ്ടുപോകാനും അതിൽ സർക്കാരിനെ പോലും കുറ്റപ്പെടുത്താനുമൊക്കെ ഇവർ മുന്നോട്ട് വരുന്നതിന്റെ മൂല കാരണം എന്താണ്? ഇവരുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭീകരതയാണ്. ഈ 6-ാം നൂറ്റാണ്ടിന്റെ മതമാണ്. നമ്മുടെ പഹൽഗാമിലെ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ട് ഇന്തോനേഷ്യയിൽ പോയിരിക്കുന്ന ഒരു കൊടും ഭീകരനുണ്ട്, ഒരു യൂട്യൂബർ. അവൻ അവിടെ പോയിരുന്നിട്ട് പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് നരേന്ദ്രമോദിയുടെ അറിവോടുകൂടിയാണെന്നായിരുന്നു. പഴയ അവന്റെയൊക്കെ പൗരത്വം എടുത്ത് കളയേണ്ടതായിരുന്നു. മുട്ടയെന്ന് വിളിക്കുന്ന ഒരു അറേബ്യൻ മുട്ട പറഞ്ഞതാ, നരേന്ദ്രമോദിയുടെ അറിവോടുകൂടിയാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്, അയാളാണ് അത് നടത്തിയത്. സ്വന്തം രാജ്യത്ത് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ നടത്താൻ ഒരുപക്ഷെ ആയത്തുള്ള അലി ഖുമേനിക്കൊക്കെ പറ്റുമായിരിക്കും, നരേന്ദ്രമോദിക്ക് അതിന് സാധിക്കില്ല. അതായത് അവര് ഹലാൽ ഡോക്ടേഴ്സ് ആണ് ചെയ്തത് ഡൽഹിയില്, മറ്റത് പ്യുവർ ഹലാലായിട്ടുള്ള ടെററിസ്റ്റുകൾ പഹൽഗാമില്. ഇപ്പോ ഡൽഹിയില് 4 ദിവസത്തിനിടയില് അറസ്റ്റിലായത് ഡൽഹിയുടെ വിഷയമായിട്ട് സംബന്ധിച്ചിട്ട് ഭീകര ബന്ധമുള്ള 4 ഡോക്ടർമാര്. 4 ഡോക്ടർമാര്. ഇവര് ജീവൻ എടുക്കാനാണോ പഠിച്ചത്, ജീവൻ കൊടുക്കാനാണോ പഠിച്ചത്? ഫരീദാബാദ് പള്ളിയിലെ പുരോഹിതനായിട്ടുള്ള മുഹമ്മദ് ഇഷ്താഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസർമാർ, ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, ഇവരുടെയൊക്കെ കൈകളിൽ, ഇവരുടെയൊക്കെ വീടുകളിൽ, ഇവരുടെയൊക്കെ സർവകലാശാലകളിൽ, പള്ളികളിൽ എന്തിനാണ് സ്ഫോടക വസ്തുക്കൾ? എന്തിനാണ് ഇവരുടെയൊക്കെ കൈകളിൽ ഇത്തരം മാരകമായിട്ടുള്ള ആയുധങ്ങൾ? ഈ ഭീകരന്മാരെയാണ് നമ്മൾ കരുതിയിരിക്കണം എന്ന് അടിക്കടി പറയാൻ കാരണം, ഈ ഭീകരതയെ താലോലിക്കും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളുണ്ട്. നമ്മുടെ നാട് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. ഒരിക്കലും സമാധാനമില്ലാത്ത പാകിസ്ഥാന്റെ സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എത്തിക്കൊണ്ടിരിക്കുക. ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഭീകരതയ്ക്കെതിരെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് നിന്നു. എന്തുകൊണ്ടാ? ഇന്നത് ഇന്ത്യയെ ബാധിച്ചെങ്കിൽ നാളെ അത് സൗദിയെ ബാധിക്കാൻ അധികം താമസമുണ്ടാകത്തില്ല.